അത് ദൈവത്തിന്റെ വചനത്തിന് അല്പസമയം മതി. ஆண்டுடைய வசனத்துக்கு கொஞ்சம் நேரம் போதும். ഒരു പ്രസംഗവും ഇല്ലാതെ വിടുവിക്കാൻ കഴിയുന്ന ദൈവം നമ്മൾ. ഒരു ചെയ്തിയും ഇല്ലാமல் വിടുതലയാക്ക ആണ്ടവരാല முடியும். അടുത്തത് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറയുന്നത് ഭക്ഷണമായിട്ടാണ് പറയുന്നത്. അപ്പുറமாக தேவ வார்த்தையை பற்றி ஆகாரமாக சொல்லப்படுகிறது. ബൈബിൾ പറയുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ബൈബിൾ சொல்லி என்னை போஜனம் பண்ணுகிறவன் என் மூலமாய் போஷிப்பிக்கப்படுவான். ഈ ദൈവവചനത്തെ ഭക്ഷിക്കുന്നവരാകണം. தேவ வசனத்தை போஜனம் பண்ணுகிறவர்களாக. ഇത് ഭക്ഷണം വിളമ്പുന്ന ഇടമാണ്. ഇത് ആഹാരത്തെ വിളമ്പുகிறதான ഒരു ഇടം. ഇത് ആത്മീയ ഭക്ഷണം വിളമ്പുന്ന ഇടമാണ്. ഇത് ആവിക്കുரிய ആഹാരത്തെ വിളമ്പുகிறதான ഒരു ഇടം. അപ്പോൾ അതിനും അധിക സമയങ്ങളില്ലാതെയും അധിക പ്രവൃത്തികളില്ലാതെയും നമ്മളെ നിറയ്ക്കാൻ കഴിയുന്നു. ആകவே அதற்கு அதிக நேரம் இல்லாதபடியும் அதிக கிரியைகள் இல்லாதபடியும் அதை நிரப்ப கர்த்தரால முடியும். കർത്താവിന് നൊടി നേരം മതി നമ്മുടെ വയറ്. ആണ്ടവർക്ക് ഒരു സെക്കൻഡ് പോതും നമ്മുടെ വയറ് നിറപ്പപടി. വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്. പരിശുദ്ധ വേദ വാർത്ത ഇവണമായി சொல்லுகிறது. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ലൂക്കാ എഴുതിയ സുവിശേഷം 4-ാം അധികാരം 1-ാമത് വചനം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. യേശു പരിശുദ്ധാത്മാവിനാൽ നിറപ്പപ്പെട്ടവർ യോർദാനെ വിട്ടു തിരുമ്പിനാർ. യോർദാൻ വിട്ടു മടങ്ങുമ്പോൾ താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ തന്നെ കാത്തിരിക്കുന്നു. യോർദാനെ വിട്ടു തിരുമ്പുമ്പോൾ തന്റെ வாழ்க்கைയിൽ ഒരുപോതും എതിർപാർത്തിരാത അനേക കാര്യങ്ങളെ വിട്ടു തിരുമ്പിനാർ. നമ്മളെല്ലാം ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാ ജീവിക്കുന്നത്. നാം എല്ലാവരും അധികമായ എതിർപാർപ്പുകളോട് வாழ்ந்துകൊണ്ടേ ഇരിக்கிறோம். പക്ഷേ അപ്രതീക്ഷിതമായ പലതും നമ്മുടെ ലൈഫിൽ സംഭവിക്കും. ஆனால் എതിർപാരാതെ അനേക കാര്യങ്ങൾ നമ്മുടെ வாழ்க்கைയിൽ നിറവേറുവതുണ്ട്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. യേശു പരിശുദ്ധ ആവിയാൽ നിറപ്പപ്പെട്ടവരായി യോർദാനെ വിട്ടു തിരുമ്പിനാർ. ഈ ഒരു വലിയ സബ്ജക്റ്റാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വർത്തമാനം. இந்த ஒரு பெரிய ஒரு பொருளடக்கம் தான் இந்த ഭൂലോകത്തിലെ മികപ്പെരിയ ഒരു നற்ചെയ്തി. അതിന്റെ മഹത്വം എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അതിന്റെ മഹിമ என்ன என்று நமக்கு தெரியாது. അതിന്റെ മഹത്വം വലിയ ആഴങ്ങളാണ്. അതിന്റെ മഹിമ മിക ആഴമാനവകൾ. ഇത് കൊർന്നല്യോസിന്റെ വീടിനകത്ത് നടന്ന ഒരു സംഭവം. ഇത് കൊർന്നേലിയൻ വീട്ടുക്കുള്ളേ നടന്നതാണ് ഒരു കാര്യം. അവൻ കൊർന്നല്യോസിനോട് ദൈവത്തിന്റെ ദൂതൻ ഇടപെടുന്നു. കൊർന്നേലിയെ பார்த்து தேவனுடைய தூதன் பேசுகிறான். അപ്പോസ്തലപ്രവൃത്തി 10-1-2 വാക്യങ്ങൾ ആദ്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. അപ്പോസ്തല നടപടികൾ 10-ാം അധികാരം 1-2 മുതൽ പകുതികൾ ഇവണമായി சொல்லப்படுகிறது. അവൻ ഭയങ്കര ഭക്തനായിരുന്നു. അവൻ ആണ്ടവർക്ക് ഭയഭക്തിയുള്ളവനായിരുന്നാൻ. സകല ഗൃഹത്തോടു കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനും വിചാരണക്കാരനായിരുന്നാൻ. അവൻ ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനാണ്. ജനങ്ങൾക്ക് ദാനധർമ്മം பண்ணுகிறவனாயிருந்தான். എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ആണ്ടവരോട് കൂടെ ജപിക്കുന്നവൻ. ഞാൻ കാണിക്കുന്നവരത് കാണിക്കാവും. അത് പറഞ്ഞു. எப்போதும் தேவனோடு கூட ஜெபிக்கிறவனாயிருந்தான். ഞാൻ കാണിക്കുന്നവരത് കാണിക്കാമെന്ന് ചോദിച്ചേ. நீங்க எல்லாரும் அப்படி சொல்லுங்க பாப்பா. பாஸ்டர் காட்டுகிறது போல இந்த ஆக்ஷன் அப்படியே நீங்க காட்டணும். എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുക. എപ്പോഴും ആണ്ടവരോട് ജപിക്ക വേണ്ടും. ഞാൻ ഓർക്ക് ഈ കൊർന്നല്യോസ് ആരായിരുന്നു? ഞാൻ നിனைத்தேன் இந்த கொர்நேலியு யாராயிருந்தா? എപ്പോഴും ചില പദങ്ങൾ ബൈബിളിൽ എഴുതിയേക്കുന്നത് ഭയങ്കര പവർഫുൾ ആണ്. ചില വാർത്തകൾ ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന മിക വല്ലമயான വാർത്തകൾ. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ ഒന്ന് കൈ കാണിച്ചു. എപ്പോഴും കർത്തരോട് ജപിക്കുന്നവർ ഒന്ന് കരങ്ങൾ ഉയർത്തുക പാപ്പோம். அப்படி എല്ലാവരും ഇല്ല. அப்படி யாருமே இல்லை. നമ്മൾ ഉറങ്ങുന്നവരാണ്, ഭക്ഷിക്കുന്നവരാണ്, കുടിക്കുന്നവരാണ്, കുളിക്കുന്നവരാണ്, നമ്മൾ പല കാര്യങ്ങൾ ചെയ്തവരാണ്. നാം തൂങ്ങുகிறவர்கள், நாங்கள் குடிப்பவர்கள், நாம் புசிப்பவர்கள், நாம் മറ്റുള്ള പല കാര്യങ്ങൾ ചെയ്യുகிறவர்களாயிருக்கிறோம். പക്ഷെ നമുക്കറിയത്തില്ല നമ്മൾ എന്നാൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്. ஆனால் நமக்கு தெரியவில்லையே நாம் எப்பொழுதும் ஜெபிக்கிறவர்களாக என்று. എപ്പോഴും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നവർ, எப்பொழுது கர்த்தரிடத்தில் இருந்து ஏதாவது பெற்றுக்கொள்ள வேண்டும், അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുടെ കൈയാണ്? அப்படி சிந்திக்கிறவர்கள் எத்தனை பேர் இருக்கிறீர்கள்? എനിക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വേണം, எனக்கு ஏதாவது தேவனிடத்திலிருந்து பெற்றுக்கொள்ள வேண்டும், ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്യണം, ஆண்டவர் என்னை பாதுகாக்க வேண்டும், ദൈവം എന്റെ വീട് മുഴുവൻ കോട്ട കെട്ടണം, ஆண்டவர் என் வீட்டை சுற்றிலும் கோட்டை கட்டி காக்க வேண்டும், ദൈവം എന്റെ ഫാമിലിയെ സൂക്ഷിക്കണം, ஆண்டவர் என் குடும்பத்தை பாதுகாக்க வேண்டும், ഒരു പിശാചും എന്റെ അടുക്കൽ വരരുത്, ஒரு சாத்தானும் எனக்குள்ளே வரக்கூடாது, എന്റെ ജഡം പൊങ്ങരുത്, என்னுடைய மாம்சம் உயரக்கூடாது. ആമേൻ. ഇത് ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയുടെ വെളിപ്പാട്. ഇത് ദേവനോട് കൂടെ ഉള്ളതാണ് ഒരു ജപത്തിനുடைய ഒരു വെളിപ്പെടുത്തൽ. എപ്പോഴും ഇത് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. നാം ഇതെല്ലാം എപ്പോഴും വിരുമ്പുகிறவர்களாக இருக்கிறோம். ഇത് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എപ്പോഴും. എത്ര പേർ വിരുമ്പുகிறீங்க? എപ്പോഴും ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്യണം, ஆண்டவர் என்னை பாதுகாக்கிறார், ദൈവം എന്നെ എന്റെ ലൈഫിനെ നിയന്ത്രിക്കണം, ஆண்டவர் என்னோட வாழ்க்கையை கண்ட்ரோல் பண்ணுகிறார். അങ്ങനെയുള്ളവരത് കൈ കാണിച്ച് அப்படி உள்ளவங்க கை உயர்த்துங்க.
ഓ യാ, ഇതാണ് എപ്പോഴും ദൈവത്തിനുള്ള പ്രാർത്ഥന. இதுதான் எப்போது தேவனோடு கூட உள்ளதான ஜெபம். എപ്പോഴും ദൈവവുമായി കണക്ട് ആയി നിൽക്കുക, எப்பொழுது தேவனுமாக தொடர்புள்ளவர்களாக இருங்கள், എപ്പോഴും ദൈവത്തോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുക, தேவனோடு கூட பேசிக்கொண்டே இருங்கள், അതിന് ഇഷ്ടപ്പെടുക, அதற்காக வாஞ்சியுங்கள். ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും അസാധാരണമായത് പ്രതീക്ഷിക്കുക. தேவனிடத்திலிருந்து ஏதாவது அசாதாரணமான காரியங்களை எதிர்பார்த்துக் கொள்ளுங்கள். അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത്. ஆகவேதான் நாம் எல்லாரும் இந்த இடத்துல கூடி வந்திருக்கிறோம். കൊർന്നല്യൂസും അപ്രകാരമുള്ള ഒരു മനുഷ്യൻ, கொர்நேலியும் அப்படிப்பட்ட ஒரு மனுஷனாய் காணப்பட்டான். അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. அப்படிப்பட்டவர்களுடைய ஜெபத்தை கர்த்தர் கேட்கிறார். അങ്ങനെയുള്ളവരുടെ ആഗ്രഹങ്ങളെ ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നു. அப்படிப்பட்டவர்களுடைய விருப்பத்தை கர்த்தர் ஏற்றுக்கொள்ளுகிறார். ചിലപ്പോൾ ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. சில வேளை சில நபர்களுக்காக இந்த ராத்திரி வேளை கர்த்தர் சில தூதனை அனுப்புவார். ചിലർ ദൈവത്തോട് ഇപ്പോൾ തന്നെ சிலர் പ്രാർത്ഥിച്ചു. தேவனோடு கூட இப்பொழுதே ஜெபிக்க ஆரம்பிப்பீர்கள். കർത്താവേ, അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായം, ஆண்டவரே, அப்போஸ்தலர் நடபடிகள் 10-ஆம் அதிகாரம், ഒരു ജാതീയനായ ജെന്റൈലായ മനുഷ്യന്റെ മേൽ, ஒரு புற ஜாதியிൽപ്പെട്ട ஒரு மனுஷனை, ആ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. அந்த குடும்பத்துக்குள்ளே தேவனுடைய தூதன் இறங்கினான். എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ എന്റെ വീട്ടിലും ഒരു ദൂതൻ ഇറങ്ങണം. விரும்புகிற ஆண்டவரே, இந்த ராத்திரி வேளை என்னுடைய குடும்பத்துக்குள்ள அந்த தூதன் இறங்கி வர வேண்டும் என்று എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. எப்பொழுது தேவனோடு கூட ஜெபிக்கிறவர்கள். ദൈവദൂതന്മാർ എന്നെ കാത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തത്തില്ലായിരുന്നു. தேவதூதன்மார் என்னை காக்கவில்லை என்று சொன்னால் என்னால் இந்த இடத்துல வந்து சேர முடியாது. ഞാൻ വന്ന ആ ട്രാഫിക്കിനകത്ത് എത്ര പേരുടെ വണ്ടിയിൽ ബൈക്ക് ഒരയുന്നു, ബഹളം, ഭയങ്കര ബഹളം നടക്കുന്നു. அந்த இடத்துல வருகிறதான டிராபிக்கில வாகனங்கள் அதுபோல பைக்குகள் எல்லாம் மாறி மாறி சத்தம் போடுகிறார்கள். ഭയങ്കര ഡിസ്റ്റർബൻസുകളാണ്, பயங்கரமான தடைகளாய் இருக்கிறது. പക്ഷെ അവിടെ എല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. அங்க எல்லாம் ஆண்டவரிடத்துல ஜெபித்தேன். നമ്മുടെ ലൈഫിലെ പർപ്പസ് തന്നെ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ வாழ்க்கைയുടെ നോക്കമേ ഒരു ജപം താൻ. എത്ര പേർ അങ്ങനെ ലൈഫിന്റെ മുഴുവൻ ആഗ്രഹവും ദൈവത്തോടാണെങ്കിൽ അതൊരു പ്രാർത്ഥനയാണ്. அப்படி என்று சொன்னா எத்தனை பேர் உங்க வாழ்க்கையோட முழு விருப்பமும் கர்த்தரோடு கூட உள்ளதான விருப்பம் என்கிறது ஒரு ஆசீர்வாதம் தான். അവൻ ഇതിന് 9-ാമത്തെ ഒരു അധ്യായം ദൈവത്തിന്റെ ആത്മാവ് പരിചയപ്പെടുത്തുന്നു. 9-ஆம் அதிகாரத்தை பரிசுத்த ஆவியானவர் எனக்கு வெளிப்படுத்துகிறார். അതിന്റെ 10, 11, 12 വാക്യങ്ങൾ. 9-ஆம் அதிகாரம் 10, 11, 12 வசனத்தை நான் உங்களுக்காக வாசிக்கிறேன். അനന്യാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. தமസ്കുവിലെ അനന്യ എന്ന ഒരു പേരുള്ള ശിഷ്യൻ இருந்தான். കർത്താവ് ഒരു ദിവസം അവന് ദർശനം കാണിച്ചു. அவனுக்கு கர்த்தர் தரிசனமானார். എന്നിട്ട് ദർശനത്തിൽ ദൈവം അവന്റെ പേരെടുത്ത് വിളിക്കുകയാണ്. அப்புறமாய் தரிசனத்திலே ஆண்டவருடைய பெயரை சுட்டிக்காட்டி கூப்பிடுகிறார். അന്നത്തെ ദൈവദാസന്മാരും അന്നത്തെ പ്രാർത്ഥനക്കാരുടെയും ഒക്കെ ലൈഫ് വ്യത്യസ്തമായി. அந்த நாட்களில் இந்த ஊழியக்காரர்கள் அவருடைய வாழ்க்கைகள் எல்லாம் வித்தியாசமாய் காணப்பட்டது. ലൈവായി ദൂതൻ ഇറങ്ങുന്നു, நேரடியாக தூதன் இறங்குகிறான், ലൈവായി കർത്താവ് വെളിപ്പെടുന്നു, நேரடியாக கர்த்தர் வெளிப்படுகிறார், ദർശനത്തിൽ ദൈവം സംസാരിക്കുന്നു, தரிசனத்திலே கர்த்தர் பேசுகிறார், അനന്യാസേ എന്ന് വിളിക്കുന്നു, அனனியாவே என்று கூப்பிடுகிறார். അനന്യാസ് ദർശനത്തിൽ വിളി കേൾക്കുന്നു, அனனியா தரிசனத்திலே கூப்பிடுகிற சப்தத்தை கேட்கிறான். അവരുമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. அவர்களுமாய் பரிசுத்த ஆவியானவர் பேசுகிறார். എന്നിട്ട് അതിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, அப்புறமாக 11-வது வசனத்தை படி வாசிக்கிறோம். ഒരു വീട് മറ്റൊരു വീട് പരിചയപ്പെടുത്തുകയാണ്. ஒரு வீடு இன்னொரு வீட்டை பழக்கப்படுத்துகிறார்கள். നേർവീതി എന്ന തെരുവിൽ ഒരു വീടുണ്ട്. நேர் தெரு என்கிறதான இடத்தில் ஒரு வீடு இருக்கிறது. ഈ തെരുവിന് എന്തോ പേര് പറയുന്നത്? വിരിയോട്. ആമേൻ. ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ ദൈവം നോട്ട് ചെയ്ത് വെക്കും. இவ்வண்ணமாய் ஒவ்வொரு இடங்களை கர்த்தர் நோட் பண்ணி வைக்கிறார். പ്രാർത്ഥനക്കാരുള്ള തെരുവുകൾ ദൈവത്തിന്റെ ലിസ്റ്റിലുണ്ട്. ஜெபிக்கிற பிள்ளைகள் உள்ளதான தெருவுகள் தேவனுடைய திட்டத்தில் அல்லது லிஸ்டில் இருக்கிறது. അങ്ങനെയുള്ളവരുടെ വീടുകളുടെ റിപ്പോർട്ടുകൾ ദൈവത്തിന്റെ കയ്യിലുണ്ട്. அப்படி ஜெபிக்கிற பிள்ளைகளுடைய வீடுகளுடைய ரிப்போர்ட் கர்த்தருடைய கையிலே காணப்படுகிறது. എന്റെ മനസ്സിലെ ഒരു ചിന്തയാണ്, என்னுடைய மனசுக்குள்ள இருக்கிற ஒரு சிந்தை சொல்கிறேன். ഈ നേർവീതി എന്ന തെരുവിൽ, இந்த நேர் தெரு என்று சொல்லக்கூடிய தெருவிலே അവിടെ യൂദായുടെ ഒരു വീടുണ്ട്. அங்கே யூதாவோடு என்கிறதான மனுஷனுடைய வீடு இருந்தது. ഉറപ്പായിട്ടും ആ ദൈവദാസൻ പ്രാർത്ഥിക്കുന്നവനായിരിക്കും. உண்மையாகவே நிச்சயமாகவே அந்த மனுஷன் ஜெபிக்கிற ஒரு மனுஷன். വെറുതെ ഒരു വീട്ടിലോട്ട് പൗലോസിനെ കേറ്റത്തില്ല. சும்மா ஒரு வீட்டுக்குள்ளே பவுலை ஏற்ற மாட்டார்கள். എപ്പോഴും ദൈവത്തിന് ഇടപെടാൻ കഴിയുന്ന ചില വീടുകളുണ്ട്. எப்பொழுதும் கர்த்தருக்கு கிரியை செய்யக்கூடிய சில வீடுகள் உண்டு. ഞാനിത് പറയുമ്പോൾ തന്നെ ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്ത് நான் പ്രാർത്ഥിക്കണം. இதை சொல்லும்போது நீங்கள் ஆவியிலே ஸ்தோத்திரம் சொல்லிக்கொண்டு வசனத்தை கேட்க வேண்டும். ദൈവത്തിന്റെ പ്ലാനുകൾ വെളിപ്പെടുന്ന വീടാക്കി എന്റെ വീടിനെ മാറ്റണം. என்னுடைய வீடு கர்த்தருடைய திட்டம் நிறைவேறுகிற ஒரு வீடாக மாற்ற வேண்டும். ദൈവത്തിന്റെ പദ്ധതി
പദ്ധതിയുള്ളവരെ ദൈവം ആ വീട്ടിലേക്ക് കൊണ്ടുവരത്തക്ക വിധത്തിൽ ദൈവം ഇടപെടണം. ஆண்டவருக்கு சித்தமானவர்களை மட்டும் அந்த வீட்டுக்குள்ளே கொண்டு வரக்கூடியதான கிரியை வெளிப்படுத்த வேண்டும். ഒരുപാട് പേര് പറയുന്നുണ്ട് പിശാച് കയറിയ വീടാണ്. அவர்கள் சொல்ல இது சாத்தான் புகுந்த வீடு, മരണം കയറിയ വീടുകളുണ്ട്, மரணம் வந்ததான வீடு, അനർത്ഥങ്ങൾ കയറിയ വീടുകളുണ്ട്, பொல்லாப்புகள் நடந்த வீடு, അടി ബഹളങ്ങൾ നടക്കുന്ന വീടുകളുണ്ട്, சச்சரவுகள் നടന്ന വീട്, നഷ്ടങ്ങൾ സംഭവിക്കുന്ന വീടുകളുണ്ട്, നഷ്ടങ്ങൾ നടന്നதான വീട്, പറഞ്ഞാൽ കേൾക്കാത്ത കുഞ്ഞുങ്ങളുള്ള വീടുകളുണ്ട്, சொன்ன கீழ்ப்படியாத பிள்ளைകളുള്ള വീട്, പ്രാർത്ഥന ഇല്ലാത്ത വീടുകളുണ്ട്, ஜெப வாழ்க்கை இல்லாத வீடு, അവൻ പല തരത്തിലുള്ള വീടുകളുണ്ട്. இப்படி பலவிதமான வீடுகள் உண்டு. ചില വീടുകൾ കർത്താവിന്റെ പർപ്പസിന് വേണ്ടിയുള്ള വീടുകളാണ്. சில வீடுகள் கர்த்தருடைய திட்டத்திற்காக நியமிக்கப்பட்ட வீடுகளாக இருக்கிறது. ഒരു വായ തുറന്ന് പറയാമോ? அவர் ஒரு வாய் திறந்து சொல்லலாமா? എന്റെ വീട് ദൈവത്തിന്റെ പ്ലാനിന്റെ വീടാകട്ടെ. சொல்லுங்க, என்னுடைய வீடு கர்த்தருடைய சித்தத்தின்படி உள்ள வீடு என்று சொல்லுங்க. ചിലര് വായ തുറക്കത്തില്ല. சிலர் வாயை திறக்கவில்லையே. നമ്മൾ വായിച്ച കുറിവാക്കി എങ്ങനെയാണെന്നറിയോ? நான் வாசித்ததான மெயின் வார்த்தை என்ன தெரியுமா? അത് അപ്പോസ്തലപ്രവൃത്തി 10:34. அப்போஸ்தலர் 10:34. അതിലെഴുതിയിരിക്കുന്ന മലയാളത്തിൽ അങ്ങനെയാണ്, പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്. இங்க தமிழ்ல இப்படியாக பேதுரு பேச தொடங்கினான் என்று சொல்லி, ஆனா மலையாளத்துல வாய் திறந்து பேசினான். സോറി തമിഴില് നിങ്ങൾ വായ തുറക്കുന്നവരായോണ്ടായിരിക്കും അത് പ്രത്യേകിച്ച് പറയണ്ട. മലയാളി അപ്പടിയെ വായ തുറക്ക മാറ്റ. ஆனால் മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് വായ തുറന്ന് പറഞ്ഞു തുടങ്ങി. പരിശുദ്ധ മലയാളം ബൈബിളിலேயே ഇവണ്ണമായി എഴുതപ്പെട്ടിരിക്കുന്നത് പേതുരു വായ് തുറന്ന് പേശ ആരംഭിത്താൻ. എന്ന് പറഞ്ഞാൽ മനസ്സ് തുറന്ന് സംസാരിച്ചെന്ന. ചിലർ വായ് തുറന്ന് മനം തുറന്ന് പേശിനാர்கள். ഒരാൾ വായ തുറക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് തുറക്കുക. ഒരു മനുഷ്യൻ വായ് തുറക്ക வேண்டும் എന്ന് சொல்றது മനം തുറക്ക வேண்டும் എന്ന അർത്ഥം. ഞാൻ പറയാ, കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ ഞാൻ പറയാതിരിക്കട്ടെ. இப்ப நான் உதாரணமாய் சொல்லுகிறேன், வாய் திறந்து கைகளை உயர்த்தி வாய் திறந்து கர்த்தரை வந்து துதியுங்கள் என்று சொல்லுவேன் என்று நினைத்துக் கொள்ளுங்கள். சில அல்லேலூயா. അപ്പൊ അത് മനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് മനവും അല്ലേലൂയയുമായി എന്ത് தொடர்புമില്ല. അത് ഉപദേശി പറഞ്ഞ വാക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വായെന്ന് ചലിപ്പിച്ചു. அது ஊழியக்காரன் சொன்னதனால மட்டும் அந்த வாயை திறந்து சொன்னவாறு ஒரு வார்த்தை சொன்னாங்க. മനസ്സോട് ഒരാൾ ഒരു ഹല്ലേലൂയ പറയുകയാണെങ്കിൽ, உள்ளத்தின் ആഴത്തിലിருந்து മനം തുറന്ന് ഒരു ഹല്ലേലൂയ சொன்னான். ഹല്ലേലൂയ. അവരുടെ സൗണ്ടിന് വ്യത്യാസമുണ്ട്, ശബ്ദത്തിற்கு വ്യത്യാസം. ഇപ്പം എന്നോടൊന്ന് ദേഷ്യപ്പെട്ടെ, പാസ്റ്റർ എന്നോട് ദേഷ്യപ്പെട്ടെ, എന്താ അങ്ങനെ കാണിക്കുന്നേ? അതിനെതിരെ ചിരിക്കുന്നേ? இந்த மாதிரி ആരും ദേഷ്യപ്പെടാതെ. അത് ഒരു ആർട്ടിഫിഷ്യൽ ദേഷ്യമാണ്. അതൊരു ഉരുവാക്കപ്പെട്ടതാണ് ഒരു കോപം. ഒരു ഒറിജിനൽ ദേഷ്യം വന്നാൽ, ഒരു ഒറിജിനലാണ് ഒരു കോപം വന്നാൽ എന്തൊക്കെയായിരിക്കും കാണിക്കുന്ന അറിയത്തില്ല. കാട്ടുവരൽ தெரியுமா? ചിലപ്പോൾ സംസാരിക്കത്തില്ല, ചിലർ பேச മാட்டார்கள், ചിലപ്പോൾ മൈക്ക് വെച്ചിട്ട് ഇറങ്ങി പോകും. മൈക്ക് വെച്ചിട്ട് ഇറങ്ങി പോവാர்கள். എനിക്ക് മൈക്ക് എടുത്ത് എറിഞ്ഞിട്ട് ഇറങ്ങി സ്റ്റേജിൽ നിന്ന് പോയ ഉപദേശിമാരെ അറിയാം. எனக்கு நல்லா தெரியும், மைக்கை எடுத்து தூர வீசிட்டு மேடையிலிருந்து இறங்கி போன ஊழியக்காரர்களை. എല്ലാവരും മനുഷ്യരാണല്ലോ, എല്ലാവരും മനുഷ്യர்களல்லவா? ഉപദേശി മനുഷ്യരാണ്, വിശ്വാസി മനുഷ്യരാണ്, ஊழியக்காரனும் மனுஷன் தான், விசுவாசிகளும் மனுஷர்கள் தான். ഉപദേശി ഈ ലെവൽ വരെ വരുമ്പോൾ, ஊழியக்காரன் இந்த നിലമ വരയ്ക്ക് വരുമ്പോൾ അവൻ വേലക്കാരനായി മാറുന്നു. അവൻ ഒരു വേലക്കാരനായി മാറുകയാണ്. താഴെ കിടക്കുന്നവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നു. കീഴെ ഇരിക്കുന്നവരെ രക്ഷിപ്പുക്ക് നേരായി കൊണ്ടുവരികയാണ്. അവരെ പഠിപ്പിക്കുന്നു, അവർക്ക് കട്ടിക്കൊടുക്കുകയാണ്. പതുക്കെ പതുക്കെ അവരും ഈ ലെവലിലേക്ക് വരുന്നു. മെല്ലെ മെല്ലെ അവർ இந்த നിലമയ്ക്ക് നേരെ വരുகிறார்கள். അപ്പൊ ഉപദേശി പിന്നെ വലുതാകുന്നു. അപ്പുറമോ ഊഴിയക്കാർ മറുപടിയും മേലെ വരുகிறார். പിന്നെ വിശ്വാസി വലുതാകും, മറുപടി വിശ്വാസി മേലെ വരുகிறார். വീണ്ടും ഉപദേശി വലുതാകും, മറുപടി ഊഴിയക്കാർ മേലെ വരുகிறார். ഇങ്ങനെ രണ്ട് കൂട്ടരും വളരുന്ന ഇടമാണ് സഭ. இப்படி இரு கூட்டத்தாரும் வளருகிற ஒரு இடம்தான் സഭை. കാരണം അമ്മയ്ക്ക് മകൻ ജനിച്ചാൽ, ഓ തായ്ക്ക് പിള്ളை പിറന്നാൽ, നമുക്ക് മക്കളുണ്ടായാൽ, ഓ നമുക്ക് പിള്ളകൾ ഉരുവാനാൽ, അവൻ നമുക്ക് മക്കളെ വളർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ദൗത്യമാണ്. നമുക്ക് പിള്ളകളെ വളർത്തിയെടുക്ക വേണ്ടി നമ്മ மீது விழுந்த ஒரு பெரிய கடமை. അപ്പോൾ തന്നെ നമ്മളും വളരുകയാണ്. அப்போது நாமும் വളരുகிறோம். അവരെ കഴിപ്പിക്കുന്നു, നമ്മളും കഴിക്കുന്നു. അവരെയും പോഷിപ്പിക്കുന്നു, നാം പോഷിക്കപ്പെടുகிறோം. അത് എല്ലാവരും വളരുകയാണ്, എല്ലാവരും വളരുகிறோം. അപ്പൊ ഉപദേശിയും വളരുകയാണ്, വിശ്വാസിയും വളരുകയാണ്. അപ്പോൾ ஊழியக்காரன் വളരുகிறான், വിശ്വാസിയും വളരുகிறார்கள். ഞാൻ ചില ഉപദേശിമാരെ കണ്ടിട്ടുണ്ട്, ചില ஊழியக்காரர்களை பார்த்திருக்கிறேன். അവർ കരം ഉയർത്തി സ്തോത്രം പറയത്തില്ല, അവർ കൈகளை ഉയർത്തി സ്തോത്രങ്ങൾ சொல்ல மாட்டார்கள். അവർ പറഞ്ഞു ഞങ്ങൾ വളർന്നു കഴിഞ്ഞു, அவர்கள் சொல்லும் நாங்கள் வளர்ந்து விட்டோம். ചിലര് കൈ അടിക്കത്തില്ല, ചിലർ കൈகளை തട്ട മാട്ടാர்கள். എന്നാൽ ഞാൻ വളർന്നു ക്രിസ്തുവിന്റെ തലയോളം വളരുകയാണ് ഞാനും എന്നൊരു അകത്ത് ബോധ്യമുണ്ടെങ്കിൽ, ഓ ഞാനും ക്രിസ്തുവിൻ തலை மட்டும் நான் வளர்ந்திருக்கிறேன் என்கிறதான ஒரு உணர்வு நமக்குள்ள இருந்திருக்குமானால்,
നമ്മുടെ ശബ്ദത്തിന് പ്രത്യേകതയുണ്ട്. നമ്മുടെ സത്തത്തിற்கு വ്യത്യാസങ്ങൾ ഉണ്ടാകും. നമ്മുടെ ചലനങ്ങൾക്ക് വ്യത്യാസം, നമ്മുടെ അസൈവുകൾക്ക് വ്യത്യാസമുണ്ടാകും. നമ്മുടെ ബോഡി ലാംഗ്വേജിന് വ്യത്യാസം, നമ്മുടെ ശരീര ലാംഗ്വേജുകൾക്ക് വ്യത്യാസമുണ്ടാകും. അതാണ് ഫുൾ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. அதுதான் உள்ளத்தின் ஆழத்தின் இருதயத்தின் ஆழத்தில் என்று சொல்வது. അതുകൊണ്ട് കരം ഉയർത്തി ഹൃദയം തുറന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞു. அவனமா உள்ளத்தின் ஆழத்திலிருந்து எல்லாரும் கரங்களை உயர்த்தி நல்ல ஒரு அல்லேலூயா சொல்லுங்க. இன்னும் சக்தியோட, വിടുതലയോടെ. ഒരാൾ ദൈവത്തെ സംബന്ധിച്ച് ഒരാളുടെ മനസ്സ് ഫ്രീ ആയാൽ, தேவனுமாக உள்ளதான பிள்ளைகள் அவருடைய இருதய மனம் ஃப்ரீயாக மாறினால் അവിടെ പിശാചിനെ ജയിക്കാൻ കഴിയത്തില്ല. அங்கே சாத்தானுக்கு வெற்றி பெற முடியாது. എന്നെ പോലൊരു ജാതിയിലായിരുന്ന മനുഷ്യൻ, என்னை போல ஒரு புற ஜாதியில் காணப்பட்டதான ஒரு மனுஷன் 2001 മുമ്പ് ഏതോ ഒരു വർഷം ഇതുപോലൊരു ബൈബിള് സൗദി അറേബ്യയിൽ വെച്ച് കാലുകൊണ്ട് തുഴിച്ചു കളഞ്ഞവനാണ് ഞാൻ. இவர் 2001 சவுதி அரேபியாவில் இருக்கும் பொழுது இதுபோல ஒரு பைபிளை கொண்டு வந்ததான அந்த ஊழியக்காரனுடைய பைபிளை காலினால மிதித்து தூக்கி எறிந்ததான ஒரு நபராய் காணப்பட்டேன் நான். അതുപോലെ ഒത്തിരി പരിപാടികൾ ചെയ്തിട്ടുണ്ട്. அப்படிப்பட்ட அநேக மோசமான கிரியைகளை செய்திருக்கிறேன். ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു. இந்த பைபிளுமாக எனக்கு எந்த விதமான தொடர்பும் இல்லை. എന്റെ ഒരു ആവശ്യം വന്നപ്പോൾ എനിക്ക് ഞാൻ അറിയാതൊരു മനസ്സ് എൻ്റെ അകത്തുണ്ടായി. எனக்கு ஒரு தேவை வந்த போது நான் என்னை அறியாமலேயே ஒரு தேவை எனக்குள்ளே காணப்பட்டது. അപ്പൊ എനിക്ക് എന്തോ ഒരു ആവശ്യം വന്നു. எனக்கு ஏதோ ஒரு தேவை இருந்தது. അപ്പൊ എനിക്ക് ആവശ്യം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ആ വണ്ടി ഓടിച്ച് സ്പീഡായിട്ട് எனக்கு தேவை இருந்ததனால தான் இந்த வாகனத்தை ஸ்பீடாக ஓட்டி இந்த இடத்துல வந்தேன். അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ മാർക്കറ്റിൽ പോകുന്നത്. நமக்கு தேவை இருந்தபடியால் நாம் മാർക്കറ്റിന് നേരെ പോകുகிறோம். നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് നമ്മുടെ ശരീരം ചലിക്കത്തുള്ളൂ. நமக்கு ஒரு தேவை இருந்தால் மட்டும்தான் நம்முடைய சரீரம் அதற்கு நேராக அசையும். ദൈവത്തോട് നമുക്ക് എപ്പോഴും ഒരു ആവശ്യമുണ്ടായിരിക്കും. தேவனோடு கூட நமக்கு எப்போதும் ஒரு தேவை உண்டாக வேண்டும். ദൈവം ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. ஆண்டவர் இல்லாமல் என்னால் முடியாது. ദൈവം ഇല്ലാതെ എന്റെ കുടുംബത്തെ എനിക്ക് നയിക്കാൻ പറ്റത്തില്ല. ஆண்டவர் இல்லாமல் என்னுடைய குடும்பத்தை என்னால் நடத்த முடியாது. ഈ ഒരു ബന്ധമാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു മർമ്മം. இப்படிப்பட்ட ஒரு தொடர்பு தான் ஜெபத்தினுடைய மிகப்பெரிய ஒரு ரகசியம். അതിനകത്താണ് ഈ മനസ്സ് ഓപ്പൺ ആകേണ്ടത്. அதற்குள்ளே தான் இந்த மனசு ஓபன் ஆகிறது. ഈ റോഡ് മുഴുവൻ ട്രാഫിക്കാണ്. இந்த ரோடு முழுவதும் டிராபிக்காக காணப்படுகிறது. വെറുതെ അങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങി ചുമ്മാ കുറെ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞ ആരും ഓടിക്കുന്നില്ല. சும்மா வீட்டுல இருந்து வந்து கொஞ்சம் வண்டி ஓட்டிட்டு இருப்போம் என்று சொல்லி யாரும் வரல. വെറുതെ കുറെ പെട്രോൾ അടിച്ചിട്ട് റോഡിൽ വണ്ടി சும்மா கொஞ்சம் பெட்ரோல் அடித்து சும்மா வண்டி ஒன்று ஓட்டிட்டு வருவோம் என்று சொல்லி வரல. മുഴുവൻ പേരോട് ചോദിച്ചാലും, எல்லாரிடத்துல கேட்டாலும், ബൈക്ക് ഓടിച്ച് നീ എവിടെ പോവാണ്? வாகனத்தை ஓட்டிக்கொண்டு எங்க போகிறாய்? എനിക്കൊരു കാര്യമുണ്ട്. எனக்கு ஒரு காரியம் இருந்தது. നീ റോഡിൽ കൂടെ നടന്നു പോകുന്നത് എന്തിനാണ്? ஏன் இந்த ரோட்ல கூட நடந்து போகிறாய்? എനിക്കൊരു ആവശ്യമുണ്ട്. எனக்கு ஒரு தேவை உண்டு. നീ എന്തിനാണ് ഈ വണ്ടി ഓടിക്കുന്നത്? நீ எதற்காக இந்த வாகனத்தை ஓட்டுகிறாய்? എല്ലാവർക്കും ഒരു ആവശ്യമുണ്ട്. எல்லாருக்கும் ஒவ்வொரு தேவைகள் உண்டு. ഒരു ആവശ്യവും ഇല്ലാതെ വന്നവർ ഇതിനകത്തുണ്ട്. ஒரு தேவையும் இல்லாமல் வந்தவர்கள் இதுக்குள்ளே உண்டு. ഒരു വലിയ ആവശ്യത്തോടെ വന്നവർ ഇതിനകത്തുണ്ട്. தேவையோடு வந்தவர்கள் இதுக்குள்ளே உண்டு. പല വിധത്തിലാണ് പലരും பல விதத்தில் தான் மக்கள் வருகிறார்கள். ഇവിടെയാണ് മനസ്സുണ്ടെങ്കിലേ നമ്മൾ ആ ആവശ്യത്തിലേക്ക് പോകത്തുള്ളൂ. இங்கேதான் அந்த மனம் இருந்தால் மட்டும்தான் அந்த தேவைக்கு நேராக நாம் கடந்து செல்லுவோம். ആ മനസ്സാണ് നമ്മളെ ചലിപ്പിക്കുന്നത്. அந்த மனம் தான் நம்மை அசைய செய்கிறது. തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ பிள்ளைகளுக்காய் கர்த்தரை ஸ்தோத்திரிக்கிறேன். അതുകൊണ്ട് വായ തുറന്നു പറ. ஆகவே வாய் திறந்து சொல்லுங்கள். എന്റെ വീട് ഒരു വലിയ ദൈവ പദ്ധതിയുടെ വീട്. என்னுடைய வீடு மிகப்பெரிய தேவனுடைய திட்டம் உள்ள ஒரு வீடாக மாற வேண்டும். ഒന്ന് മനസ്സോടൊന്ന് പറയാമോ? மனம் திறந்து என்று சொல்லலாமா? ഇനി മുതൽ എന്റെ വീട്ടിൽ ദൂതന്മാർ ഇറങ്ങും. இன்று முதல் உன்னுடைய வீட்டுக்குள்ளே தூதர்கள் இறங்குவார்கள். ആരെങ്കിലും ഇറങ്ങട്ടെ. അമ്മയ്ക്ക് ആരാ വന്നാ നമുക്ക് എന്നാ? ഇത്രയും പറഞ്ഞിട്ടും അവര് പറഞ്ഞില്ല. இவ்வளவும் சொன்ன பிற்பாடு நீங்க அமைதியா தானே இருக்கிறீங்க. சத்தமா ஒரு ஆமேன் சொல்லுங்க பாப்போம். അല്ല, ആമീനല്ല ബാബ, ആമീനൊന്നും വേണ്ട. അതൊന്നും தேவையில்லை. அப்படியே കാര്യം പറയണം. அப்படியே காரியத்தை சொல்லணும். എന്റെ വീട്ടിൽ ഏഞ്ചൽ ഇറങ്ങണം. என்னுடைய வீட்டில் ஒரு தூதன் இறங்க வேண்டும். ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വെളിയിലോട്ട് പോവാ, പ്രാർത്ഥിച്ച് അവരെ വിട്ടു. என்னோட நாங்க வரும்போது என் பிள்ளைகள் வெளியே போகிறாங்க, உங்களை ஜெபித்து அனுப்பினேன். ഞാൻ പ്രാർത്ഥിക്കുക, நான் ஜெபிக்கிறேன். കർത്താവേ ദൂതന്മാരെ കൂടെ വിടണേ. ஆண்டவரே தூதர்கள் இந்த பிள்ளைகளோடு அனுப்ப வேண்டுமே. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഇരിക്കട്ടെ. ஆண்டவருடைய கை அவர்களோடு கூட இருக்கட்டுமே. ഇറ്റ്സ് മൈ നീഡ്, എന്റെ ആവശ്യമായി. இது என்னுடைய தேவையா இருந்தது. ഇന്ന് പേരൻസ് ഇതുപോലെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പെറ്റവരാകിയ നാമം അവനമായി ജപിക്കുന്നവர்கள் தான். ഇതെന്റെ ആവശ്യമാണ്, ഇതെന്റെ தேவை. അപ്പൊ നമ്മൾ വാ തുറന്നിട്ടൊക്കെ പറയണം. நான் வாய் திறந்து சொல்ல வேண்டும். ഇതൊരു വലിയ സബ്ജക്റ്റ് ആണ്.
இது ஒரு பெரிய ஒரு செய்தி. வாயை துறந்து சம்சாரிக்கணும், வாய் திறந்து பேச வேண்டும், மனசு துறந்து சம்சாரிக்கணும், மனம் திறந்து பேச வேண்டும். அப்ப அனன்யாசின் எடுக்கலான்னு கர்த்தாവ് വന്നത്. ஆனால் அனன்யாவுடைய அருகாமையில் கர்த்தர் வந்தார். ഈ പ്രതികരിക്കുന്നവനോടാണ് കർത്താവിന് ഇഷ്ടം. இந்த எதிர்த்து பேசுகிறவர்களிடத்தில் தான் ஆண்டவருக்கு விருப்பம். അപ്പൊ എല്ലാവരോടും എല്ലാം ഒന്നും ദൈവം പറയില്ല. எல்லாரிடத்திலும் எல்லாம் ஆண்டவர் சொல்ல மாட்டார். I mean, സംശയിക്കുന്നവരോട് ഇത് പറയത്തില്ല, சந்தேகக்காரர்களிடத்தில் சொல்ல மாட்டார், ഡൗട്ട് അടിക്കുന്നവരോട് സംസാരിക്കത്തില്ല, சந்தேக புத்தி உள்ளவர்களிடத்தில் சொல்ல மாட்டார். കർത്താവിന് ഉറപ്പാണ്, ஆண்டவருக்கு நிச்சயம் உண்டு, ഇവൻ ഇങ്ങോട്ടൊന്നും പറയത്തില്ല, இவன் இங்க வந்து சொல்ல மாட்டான், പറയുന്നതിന് ആമേൻ പറയും. ஓ சொல்லுகிறது அப்படியே கேட்டு ஆமென் சொல்லுவான். ഇവൻ മനസ്സോടിരിക്കുന്നവനാണ്, இவன் நல்ல மனப்பூர்வமாய் இருக்கிறவன், ഇവൻ റെഡിയായിരിക്കുകയാണ്, இவன் ஆயத்தமாய் இருக்கிறவன். അതുകൊണ്ടാണ് കർത്താവ് അവന്റെ വീട്ടിലേക്ക് ചെന്നത്. ஆகவேதான் கர்த்தர் அவனுடைய வீட்டுக்குள்ளே போனார். ശൗലിനെ ഒരു വീട്ടിലിരുത്തി, சவுலை ஒரு வீட்டுக்குள்ளே அனுப்பினார். യേശു കർത്താവ് മറ്റൊരു വീട്ടിലേക്ക് വന്നു. இயேசு கிறிஸ்து இன்னொரு வீட்டுக்குள்ளே போனார். എന്നിട്ട് അവനോട് ദർശനത്തിൽ പറഞ്ഞു, അനന്യാസേ, அப்புறமா தரிசனத்தில் சொல்லுங்க, அனனியாவே, എനിക്ക് ഇതിനോട് ഒരു കാര്യം പറയാനുണ്ട്. எனக்கு உன்னை பார்த்து ஒரு காரியம் சொல்ல வேண்டும். യൂദായുടെ വീട് ഞാൻ വളഞ്ഞിരിക്കുകയാണ്. ஓ யூதாவுடைய வீட்டை நான் வளைந்திருக்கிறேன். ഇനി അവിടെ ഒരു പിശാച് നിൽക്കത്തില്ല. இனி அந்த வீட்டுக்குள்ள ஒரு சாத்தான் இருக்க ആ மாட்டான். വീടിനകത്ത് ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങാൻ அந்த പോവാണ്. வீட்டுக்குள்ள தேவனுடைய மகிமை இறங்க போகிறது. ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ചില ഹിസ്റ്ററികൾ ആ വീടുമായി സംബന്ധിച്ച് இன்று வரை நடைபெறாத சில வரலாற்று சம்பவங்கள் இன்று நடக்க போகிறது. ആരെങ്കിലും ഒന്ന് ആമേൻ പറഞ്ഞിട്ട് പറ. ஆமென் சொல்லி சொல்லுங்க. എന്റെ വീടും ചില ദൈവ പദ്ധതികളും വെളിപ്പെടാൻ தேவனுடைய പോകുകയാണ്. வீட்டுக்குள்ள சில தேவனுடைய திட்டங்கள் நிறைவேறுகிற வீடாய் மாறும். ഇതെല്ലാം നമ്മൾ ഏറ്റുപറയുന്നത് ഒരു പ്രവചനം പോലെ ആയിരിക്കും. இதெல்லாம் நாம் அறிக்கை இடுகிற ஒரு தீர்க்க தரிசனம் போல இருக்கும். എന്നിട്ട് ദൈവം അവന്റെ പേര് പറയുകയാണ്. அப்புறமா தேவன் பேரை சொல்லுகிறார். ശൗൽ എന്ന് പറയുന്ന ഒരാളെ ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. சவுல் என்கிறதான ஒரு மனுஷனை நான் உட்கார வைத்திருக்கிறேன். നീ ആ വീട്ടിൽ പോകണം. நீ அந்த வீட்டுக்குள்ளே போக வேண்டும். 12ാമത്തെ വാക്യം പറയുന്നു, 12ஆம் வசனம் சொல்லுகிறது, അവൻ പ്രാർത്ഥിക്കുന്നു. அவன் ஜெபிக்கிறான். ഹലോ, അവൻ அவன் പ്രാർത്ഥിക്കുന്നു. ஜெபிக்கும் பொழுது അവൻ ഞാൻ ചിലപ്പോർക്ക് എനിക്ക് ഈ മര്യാദയ്ക്ക് നിന്നങ്ങ് പ്രസംഗിച്ചാൽ പോരെ ഇതൊക്കെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും. நான் அடிக்கடி சொல்லுவேன், வேற ஓடாம சாடாம ஒரு இடத்துல நின்று அப்படி மரியாதைக்கு பிரசங்கம் பண்ண போதாதுன்னு நினைப்பேன். എന്നോട് പണ്ട് ചിലർ ചോദിച്ചിട്ടുണ്ട്, என்னிடத்தில் ஆரம்ப நாட்கள் சிலர் கேட்டிருக்கிறார்கள், ഉപദേശിവരെ നിങ്ങൾ എന്തിനാ ഇത്രയും ബഹളം വെക്കുന്നത്? ஊழியக்காரர்கள் நீங்கள் ஏன் இவ்வளவு பெரிய சத்தம் போடுகிறீங்க? ഞാനും ഓർത്തു, ശരി, നമ്മൾ എന്തിനാ ഇത്രയും ബഹളം நான் நினைத்தேன், சரிதான், ஏன் இப்படி எல்லாம் சத்தம் போடணும்? പിന്നെ പതുക്കെ എനിക്ക് മനസ്സിലായി. அப்புறம் எனக்கு போக கொஞ்சம் கொஞ்சமா புரிஞ்சுது. ഒരു കാര്യത്തിന്റെ ഗൗരവത്തിലാണ് ശബ്ദം ഉച്ചസ്ഥായിയിൽ വരുന്നത്. ஒரு காரியத்துடைய கௌரவத்தில் தான் சப்தத்திற்கு வரைக்கும் வித்தியாசங்கள் வருகிறது. ഒരു കാര്യത്തെ സമർത്ഥിക്കുമ്പോഴാണ് ഈ ശബ്ദം പുറത്തു. ஒரு காரியத்தை உറப்புள்ளதாய் மாற்றும்போது சத்தம் மாறுகிறது. ഞാൻ ഇതൊക്കെ പറയുമ്പോ എന്റെ കൈയൊക്കെ അറിയാതെ ചലിക്കും. நான் இதை சொல்லும்போது என் கை என்னை தெரியாமல் அசைகிறது. അവൻ പ്രാർത്ഥിക്കുന്നു, அவர் ஜெபிக்கிறார். അതിന് കണ്ണൊക്കെ ഇങ്ങനെ പോകുന്നത് എന്തിനാണ്? ஏன் அந்த கண்ணுகள் வித்தியாசம்? ഇപ്പൊ ഭാഷ പറയാ, ഓവൻ പ്രവർത്തി കണ്ണൊക്കെ പോയുണ്ടോ? பாருங்கள், இந்த கண்ணுகள் வித்தியாசம் இருக்கிறது. பாருங்கள், അതൊരു സബ്ജക്റ്റ് ആണ്, அது ஒரு செய்தி. അല്ല, ഇന്ന് വരെ ഈ ഫുഡ് കഴിക്കുമ്പോ നമ്മളെല്ലാം ഫുഡ് കഴിക്കും. நம்ம எல்லாம் சாப்பாடு சாப்பிடுறவங்க தானே? ഇന്നുണ്ടോ? இங்க உண்டா? അപ്പൊ സാപ്പാട് കഴിക്കുമ്പോ എല്ലാരും പക്കത്തിലെ അപ്പുറം ഇപ്പുറം നോക്കണം. சாப்பிடும்போது எல்லாரும் பக்கம் பார்க்கணும்னா, ആരെങ്കിലും ഈ സാപ്പാട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സാപ്പിടുന്ന ആരെങ്കിലും ഉണ്ടോ? யாராவது கையை வைத்து வாயை திறந்து சாப்பாடு போடுறது யாராவது உண்டா? ഇവിടെ ഇതങ്ങോട്ട് റെഡി ആകുമ്പോഴേ ഇവിടെ റെഡിയാണ്. இங்கே சாப்பாடு ரெடி ஆகும்போது வாயில எல்லாம் சலைவா ரெடி ஆகிறது. ഇവിടുന്ന് മെസ്സേജ് റെഡി ആയിക്കോ, ബി ഓപ്പൺ, ഒരു സംഭവം വരുகிறார். இங்கே இருந்து ரெடியாகு, உன்னோட வாய் ஓப்பனாக ஆயத்தமாக ஒரு காரியம் வரப்போகிறது. ഇന്ന് ഈവനിങ്ങിൽ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും ഇത് ചെക്ക് ചെയ്യണം. இன்னைக்கு நைட்டு சாப்பிடும் பொழுது எல்லாரும் இதை செக் பண்ணணும். കൈ അവിടുന്ന് മൂവ് ആകുന്നതിനനുസരിച്ച് കൈ എങ്ങനെ ഐറ്റംസിന്റെ വലിപ്പത്തിനനുസരിച്ച് വാ തുറക്കും. பொருளுடைய அந்த வெயிட் அல்லது பெருசா சின்னதா அதுக்கேற்றவாறு வாய் திறக்கும். ചെറിയ പീസാണ്, சின்ன துண்டன்னு சொன்னா சின்ன அளவுக்கு, பெரிய சாதனம் பெரிய துண்டன்னா வாய் அவ்வளவுக்கு விரிவாய் திறப்போம். നമ്മുടെ ബോഡി ഒരു സംഭവം തന്നെയാണ്. நம்முடைய சரீரமே ஒரு சம்பவம் தான். சாப்பாടിന് ബോഡി റെഡിയാണ്. சாப்பாட்டு எப்பொழுதும் சரீரம் ரெடி. ഇതുപോലുള്ള വലിയ சாப்பாடு കഴിക്കുന്നതിന് ബോഡി ഇപ്പോഴും റെഡിയല്ല. இதுபோல
பெரிய சாப்பாடு சாப்பிடுவதற்கு இந்த சரீரம் இன்னும் ரெடி ஆகல. ഈ ശരീരത്തെ അതിനേക്കാൾ റെഡിയാക്കി ഇവിടെ വെക്കണം. இந்த சரீரத்தை அதை விடக்கும் ஆயத்தமாக்கி இங்க வைக்க வேண்டும். അപ്പോഴാണ് പരിശുദ്ധാത്മാവിന് ഇടപെടാൻ ഇഷ്ടം. அப்பொழுது பரிசுத்த ஆவியானவர் கிரியை செய்ய முடியும். ഈ മൂവ്മെന്റുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടും. இந்த செயல்பாடுகள் எல்லாம் നമ്മുടെ ശരീരത്തിൽ வெளிப்படும். അതുകൊണ്ട് ഞാൻ പറയുന്നു അവൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ நான் சொல்லுவேன் அவர் ஜெபிக்கிறார். ഇത് ആരാ പറയുന്നത് അറിയാമോ? இது யார் சொல்கிறார் தெரியுமா? കർത്താവ് സംസാരിക്കുകയാണ്. ஆண்டவர் தான் சொல்லுகிறார். അനന്യാസിനോട് ഇത് പറയുകയാണ്. அனனியாவை பார்த்து சொல்லுகிறார், ഏയ് അനന്യ, ஏய் அனனியாவே, അവൻ പ്രാർത്ഥിക്കുന്നു. அவன் ஜெபிக்கிறான். എല്ലാവരും പറഞ്ഞു അവൻ പ്രാർത്ഥിക്കുന്നു. எல்லாரும் சொல்லுங்க அவன் ஜெபிக்கிறான். കേട്ടില്ല പറ അവൻ പ്രാർത്ഥിക്കുന്നു. எல்லாரும் சத்தமா சொல்லுங்க அவன் ஜெபிக்கிறான். ഓ കാര്യമായിട്ട് പറ. சத்தமா சொல்லுங்க பாப்போம். സഹോദരിമാരൊന്ന് ഒരു സംഭവം പറയാനുണ്ട്. കാര്യമായിട്ടൊന്ന് പറയാമോ? അവൻ പ്രാർത്ഥിക്കുന്നു. ഓ സഹോദരികൾ சத்தமா ഒന്ന് சொல்லுங்க അവൻ ജപിக்கிறான். പ്രാർത്ഥിക്കാത്ത നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചുള്ള ദൂതായി പറയുന്നത്. ജപിക്കാமல் இருக்கிறவருடைய புருஷனை பற்றியுள்ள செய்தி தான் சொல்லுகிறேன். ഈ വേർഡ് പറഞ്ഞ് നിങ്ങൾ ആശ്ചര്യപ്പെടാൻ പോവാണ്. இந்த വാർത്തയെ ചൊല്ലുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെட പോകുகிறீர்கள். പാസ്റ്റർ, പോദകരേ, എന്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്നു. என்னுடைய புருஷன் ஜெபிக்கிறார். അയ്യോ അവൻ ഇന്ന് വരെ പ്രാർത്ഥിക്കുന്നത് ഞാൻ ஐயோ കണ്ടില്ല. இதுவரை ஜெபிக்கிறதை பார்த்ததில்லை. മുമ്പേ പറഞ്ഞതുപോലെ 5 minutes 2 minutes പ്രാർത്ഥന. നിങ്ങൾ சொன்னது போல 2 நிமிடம் 5 நிமிடம் தான் ஜெபிப்பார். അതിനകത്ത് ഒരു 5 മിസ് കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യും. அதற்குள்ளே ஒரு 5 மிஸ் கால் நம்ம அட்டெண்ட் பண்ணுவோம். യോ സോറി ടു സേ, ഞാനൊരു കാര്യം പറയാം. நான் ஒரு வார்த்தை சொல்லுகிறேன். ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ചിലരെ വിളിച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത്, അന്നേരം വിളിക്കും. சில நேரத்தில் ஜெபம் பண்ண இருக்கும்போது தான் ஐயோ அந்த போன் நம்பரை கூப்பிட இல்லையே, அந்த நேரத்தில் நான் குறிப்பிட்ட நாட்கள் உண்டு. ഞാനൊരു ശൗലിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? நான் நினைக்கும் போது சவுலுடைய ஜெபம் எப்படி இருந்தது? ഞാൻ കർത്താവേ, ഞാൻ 25 വർഷമായി ഈ പുസ്തകം പിടിച്ചുകൊണ്ട് നടക്കുന്നു. நான் நினைக்கிறேன் ஆண்டவரே, இந்த பரிசுத்த வேத புஸ்தகத்தை ஏந்திக் கொண்டு 25 ஆண்டுகளாக நடக்கிறேனே. കർത്താവ് എന്തെങ്കിലും സ്വർഗത്തിൽ എന്റെ പ്രയർ ചർച്ച ചെയ്തിട്ടുണ്ടോ? ஆண்டவரே, என்றைக்காவது பரலோக ராஜ்யத்திலே என்னுடைய ஜெபத்தை வைத்து ஒரு விவாதம் பண்ணி இருக்கிறீர்களா? ഏയ് രജി നാരായണൻ പ്രാർത്ഥിക്കുന്നു. ஏய் ரஜி நாராயணன் ஜெபிக்கிறான். നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ പറയണം. உங்களுடைய பேரை சொல்லி நீங்கள் சொல்ல வேண்டும். നാട് മുഴുവൻ ദൈവം നിങ്ങളെ കുറിച്ച് പറയണം. தேசம் எங்கும் உங்களை பற்றி சொல்ல வேண்டும். ആ വീട് നീ കാണുന്നുണ്ടോ? அந்த வீடை நீ பார்க்கிறாயா? അതിന്റെ മുകളിൽ ഒരു പ്രാർത്ഥനയുടെ പുകയുയരുന്നു. மேலே ஒரு ஜெபத்தினுடைய ஆவி வெளிப்படுகிறது. അതിൽ നിന്ന് ഒരു പ്രത്യേക ശബ്ദം പുറത്തു വരുന്നു. அதற்குள்ள இருந்து ஒரு வித்தியாசமான சத்தம் வெளியே வருகிறது. പൈശാചിക മേഖല വിറയ്ക്കുന്ന ഒരു പ്രാർത്ഥനക്കാരൻ പുറത്തു വരുന്നു. சாத்தான் நடுங்கக்கூடிய விதத்திலே ஒரு ஜெபிக்கக்கூடிய ஜெப சத்தம் அங்கே வெளியே வருகிறது. ഇത് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. இந்த இரவில் ஆவியில கூப்பிட்டு சொல்லுகிறேன், പ്രാർത്ഥനക്കാരെ ജനിപ്പിക്കാൻ പോവാ. ஓ ஜெபிக்கிறவர்களை கர்த்தர் எழுப்ப போகிறார். തമിഴ്നാട്ടിൽ പ്രാർത്ഥനക്കാരിൽ ഞാനും നീയും ഒന്നാമതാകട്ടെ. இன்று ராத்திரி வேளையிலே நானும் நீங்கள் ஜெபிப்பதில் ஒன்றாக இருப்போம். ഭാരതത്തിലെ പ്രാർത്ഥനക്കാരനാകണം. ஓ அந்தரங்கத்திலே ஜெபிக்கிறவர் பிள்ளையாக இருப்போம். എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. உங்களுடைய பிள்ளைகள் படிக்கிறார்கள். അങ്ങനെ പറയുന്നതിനേക്കാൾ വലിയതാണ്. அப்படி சொல்வதை விட பெரியது, എന്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നു. என்னுடைய பிள்ளைகள் ஜெபிக்கிறார்கள். ഈ 12ാമത്തെ വാക്യം ബൈബിളിൽ തമിഴിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? 12ാം വചനം 10ാം അധികാരം അവരുടെ 12ാം വചനത്തിലെ 9-12ാം വചനത്തിലെ அனனியா என்னும் பேருள்ள ஒரு மனுஷன் தன்னிடத்தில் வரவும் தான் பார்வையடையும்படி தன்மேல் கைகளை வைத்து தரிசனம் கண்டான் என்றார். അല്ല, എന്റെ മുകളിൽ யூதாவின் வீட்டிலே தர்சு பட்டணத்தாகிய சவுல் என்னும் பேருள்ள ஒருவனை தேடு, அவன் இப்பொழுது ஜெபம் பண்ணுகிறான். എല്ലാവരും പറഞ്ഞു അവൻ പ്രാർത്ഥിക്കുന്നു. அவன் ஜெபம் பண்ணுகிறான். எல்லாரும் சொல்லுங்க. ഇത് ആത്മാർത്ഥമായിട്ട് പറയാമെങ്കിൽ ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ വീട് ഒരു പ്രാർത്ഥനാ ഭവനമായി മാറും. മനഃപൂർവ്വമായി നിങ്ങൾ சொல்வீர்கள் என்று சொன்னால் இந்த ராத்திரி உங்கள் வீடு ஒரு ஜெபிக்கிற ஒரு வீடாய் மாறும். പ്രാർത്ഥിക്കുന്നവന്റെ വീട് പരിശുദ്ധാത്മാവ് വളയും. ஓ ஜெபிக்கிறவന്റെ வீட்டிலே பரிசுத்த ஆவியானவர் வளைந்து வாசம் பண்ணுவார். ഞാനോട് പലപ്പോഴും പറഞ്ഞു, കർത്താവേ എനിക്കതുപോലെ പ്രാർത്ഥിക്കണം. நான் அதிகமாய் சொல்லுவேன், ஆண்டவரே எனக்கும் அவ்வளமாய் ஒன்று ஜெபிக்க வேண்டுமே. 25 വർഷമായി എന്റെ പ്രാർത്ഥന ദൈവം ചർച്ച ചെയ്തു. 25 ஆண்டுகளாக என்னுடைய ஜெபத்தை ஆண்டவர் நீர் விவாதம் பண்ணி கொண்டிருக்கிறீர்கள். അഭിഷേകം പ്രാപിച്ചിട്ടും പ്രാർത്ഥന ശരിയല്ലാത്തവരാണ് നമ്മൾ. அபிஷேகம் பெற்ற பிற்பாடு ஜெபம் பண்ண சரியாக ஜெபம் பண்ண தெரியாதவர் நாம் அனைவரும். അയ്യോ, ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലേ ദൈവം ഇറങ്ങി ഓടും. ஐயோ, சிலர் ஜெபிக்க இருந்தாலே ஆண்டவர் அந்த வீட்டை விட்டு வெளியே போயிடுவார். ചില പ്രാർത്ഥിക്കും, കർത്താവേ എത്ര നാളായി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു.
ஆண்டவரே எவ்வளவு நாட்களாக நான் உம்மிடத்தில் ஜெபிக்கிறேன். കർത്താവേ, അവൾ ഇനി അവിടെ കാണരുത്. ஆண்டவரே அவள் இனி அங்கே இருக்க கூடாது. അയൽവക്കക്കാരെ കുറിച്ച് പറയായിരിക്കും. அக்கத்தில் இருக்கிறவளை பார்த்து இப்படி சொல்லுகிறோம். കുശുമ്പ് വെച്ചോണ്ടുള്ള പ്രാർത്ഥന, பொறாமையோடு ஜெபிக்கிற ஜெபம், മൈൻഡ് ഫ്രീ അല്ലാത്ത പ്രാർത്ഥന, ஓ சிந்தை ஃப்ரீ ஆகாமல் ஜெபிக்கிற ஜெபம், നെഗറ്റീവ് ചിന്തകൾ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, இந்த எதிர்மறையான சிந்தைகளை வைத்து ஜெபிக்கிற ஜெபம். ചിലരുടെ പ്രാർത്ഥന കേട്ടാൽ കർത്താവ് അങ്ങ് കേട്ട് 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 അങ്ങ് സഹി കെടും. சிலருடைய ஜெபத்தை கேட்டு கேட்டு ஆண்டவரே அந்த பொறுமையை இழந்து போகிறார். ചിലര് പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് ഇരുന്നാലും അങ്ങോട്ട് അങ്ങ് പറഞ്ഞ് ഡെയിലി അത് ഡെയിലി കോപ്പി അടിക്കുകയാണ്. ചിലർ അപ്പടിயே ஜெபம் பண்ணி டெய்லி ஒரு காப்பி அடி ஜெபம் தான் வீட்ல நடக்குது. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വെറൈറ്റി ഉണ്ടായി. நம்முடைய ஜெபத்திற்கு ஒரு வித்தியாசம் உண்டாக வேண்டும். അങ്ങനെ ചില പ്രാർത്ഥനകളാണ് ഇനി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. இப்படிப்பட்ட சில ஜெபங்கள் தான் நம்முடைய வாழ்க்கையை மாற்றி அமைக்க வேண்டும். എന്തുവാ ഈ ശൗൽ പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയത്തില്ല. என்ன இந்த சவுல் ஜெபித்தார் என்று நமக்கு தெரியாது. പഠിച്ചിട്ടുള്ളവനാണ്, இவன் படித்தவன், ഒരുപാട് അറിവുള്ളവനാണ്, நல்ல ஞானமுள்ளவன். പക്ഷേ ഇപ്പോഴത്തെ പ്രാർത്ഥന ദൈവത്തെ പിടിച്ച് കുലുക്കി. ஆனால் இப்ப அவன் ஜெபிக்கிற ஜெபம் கர்த்தருடைய சமூகத்தை அசைத்தது. അപ്പൊ ചില സബ്ജക്റ്റുകൾ നമ്മുടെ ലൈഫിൽ വരുന്നത്, சில சப்ஜெக்டுகள் நம்முடைய வாழ்க்கையில வரும் பொழுது അസാധാരണമായി ഒന്ന് പ്രാർത്ഥിക്കാനാണ്. பயங்கரமான ஒரு ஜெபம் உண்டாகும்படியாய். അപ്പൊ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു. புலம்பல் புஸ்தகத்தில் எப்படி வாசிக்கிறோம்? അതിന്റെ 3:8 3:44 ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. புலம்பல் 3ஆம் அதிகாரம் 8:44 வசனங்கள் ഇങ്ങനെ പറയുന്നു. இவனமாய் சொல்லுகிறது, ഞാൻ അവന്റെ പ്രാർത്ഥനയെ തടുത്തു കളയുന്നു. நான் அவனுடைய ஜெபத்தை தடுத்து விட்டேன். ഞാൻ അവന്റെ പ്രാർത്ഥന എങ്കിലേക്ക് കടക്കാതെ വണ്ണം മേഘം കൊണ്ട് എന്നെ തന്നെ മറയ്ക്കുന്നു. ஓ நான் அவனுடைய ஜெபம் என்னிடத்தில் வராதபடி நான் மேகங்களை அனுப்பி அவனுடைய விண்ணப்பத்தை தடுத்தேன். അപ്പൊ ചിലരുടെ പ്രാർത്ഥന ദൈവത്തിന് ഇറിറ്റേഷൻ ആണ്. சில ஜெபங்கள் ஆண்டவருக்கு அருவருப்பாய் இருக்கிறது. ചിലർ അഭിഷേകം പ്രാപിച്ചാലും അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് സീരിയസ്നെസ് ഇല്ല. சிலர் அபிஷேகம் பெற்றவர்களாய் இருந்தும் அவர்கள் ஜெபிக்கும் பொழுது அவருடைய ஜெபத்திற்கு ஒரு மேன்மை இல்லை. ഞാൻ പറയും, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു റിവൈവൽ ഉണ്ടായിരിക്കും. ஓ நான் சொல்லுகிறேன், ஜெபிப்பதற்குள்ளே ஒரு எழுப்புதல் உண்டாக வேண்டும். ഈ മനുഷ്യൻ എന്തോ പ്രാർത്ഥിച്ചെന്ന് இந்த மனுஷன் என்ன ஜெபித்தார் என்று தெரியாது. സഭ പൊളിക്കാൻ പോയവനാണ്. ஓ സഭയെ ഉടയ്ക്ക പോനവനാ, പ്രാർത്ഥനക്കാർക്ക് എതിരായ ஜெபிக்கிறவனுக்கு எதிராய் வந்தவன். അവന്റെ വാക്കുകൾ വ്യത്യസ്തമാണ്. அவன் வார்த்தைகள் வித்தியாசம். പക്ഷെ ചിലരെ ഇന്ന് രാത്രി ദൈവം ശ്രദ്ധിക്കാൻ പോവുകയാണ്. ஆனால் சிலரை இந்த இரவு ஆண்டவர் கவனிக்க போகிறார். ചിലരുടെ വീടുകൾ ഭയങ്കരമായി നോട്ടബിൾ ആകാൻ പോകുന്നു. ஆண்டவர் இந்த ராத்திரி வேளையில சிலர் வீட்டை ஆண்டவர் அதிகமாக குறிவைக்க போகிறார். ചിലർ പ്രാർത്ഥിക്കണം ദൈവത്തോട്. சிலர் இப்படி ஜெபிக்க வேண்டும் ஆண்டவரை பார்த்து. അപ്പൊ ദൈവം ശ്രദ്ധിക്കുന്ന ഒരു പ്രാർത്ഥന എനിക്ക്, ஆண்டவர் கவனிக்கிற ஒரு ஜெபம் எனக்கு பண்ண வேண்டும். സബ്ജക്ട് വേറെ ഒന്നുമല്ല. அந்த செய்தி வேற ஒண்ணுமல்ல. ആമേൻ. പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മർമ്മം ഇതാണ്. பவுல் ஜெபித்த ஜெபத்துடைய ரகசியம் இவனமாய், എനിക്കും അഭിഷേകം വേണം, எனக்கு அபிஷேகம் வேண்டும், എനിക്ക് പരിശുദ്ധാത്മാവ് വേണം, எனக்கு பரிசுத்தாவி வேண்டும், എനിക്ക് പവർ വേണം, எனக்கு வல்லமை வேண்டும், എനിക്കും പ്രാർത്ഥിക്കാൻ കഴിയണം, எனக்கு ஜெபிக்க வேண்டும், ദൈവം എന്നെ ഉപയോഗിക്കണം, ஆண்டவரை பிரயோஜனப்படுத்த வேண்டும், എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, எனக்கு ஆண்டவருக்காக பிரயோஜனப்பட வேண்டும், എന്റെ ലൈഫ് ദൈവം മാറ്റണം, என்னுடைய வாழ்க்கை ஆண்டவர் மாற்ற வேண்டும், ഞാൻ വന്ന വഴിയെ ഇനി എനിക്ക് പോകണ്ട, நான் வந்த பாதையில் கூட திரும்பி போக வேண்டாம். കർത്താവേ, എന്റെ സീഡ് പോലും ഇന്ന് രാത്രി നീ മാറ്റിമറിക്കണം. ஆண்டவரே, என்னுடைய முத்திரை வரையிலும் இந்த ராத்திரி வேளை மாற்றி அமைக்க வேண்டுமே. എന്റെ ജീനിയോളജി പോലും എനിക്ക് വേണ്ട. என்னுடைய வாழ்க்கை அட்டவணை எனக்கு வேண்டாம். എന്തൊക്കെ പദങ്ങളായിരിക്കും അദ്ദേഹം പറഞ്ഞത്. எப்படிப்பட்டதான வார்த்தைகள் அவர் சொல்லி ஜெபித்திருக்கலாம். ഞാൻ ഈ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. நான் இந்த ஜெபத்தினுடைய வெளிச்சத்தில் அநேக காரியங்கள் கர்த்தர் எனக்கு போதித்தார். ഒരു മനുഷ്യന്റെ തലയിലേക്ക് മറ്റൊരു മനുഷ്യൻ വന്ന് കൈവെക്കുമ്പോൾ, ஒரு மனிதனுடைய தலையின் மீது இன்னொரு மனிதர் வந்து கைகளை வைக்கும் பொழுது, അഭിഷേകന്മാരെ നമ്മൾ എത്ര പേരുടെ തല കൈവച്ചിട്ടുണ്ട്. ஊழியக்காரர்கள் நாம் எத்தனை பேர்களுக்காக தலையில கை வைத்து ஜெபித்திருக்கிறோம். ഇതിനകത്ത് എത്ര പേരൻസ് ഉണ്ട് കുഞ്ഞുങ്ങളുടെ തല കൈവെക്കുന്നവർ. இங்க இருக்கிற எத்தனை பெற்றோர்கள் உங்க பிள்ளைகளோட தலையில கை வைத்து ஜெபித்திருக்கிறீர்கள். നിങ്ങളുടെ പ്രാർത്ഥനാ മുറി വ്യത്യസ്തമായിരിക്കട്ടെ. உங்கள் ஜெபம் இன்று முதல் ஒரு வித்தியாசமாய் மாறட்டும். ഞാൻ ഇങ്ങനെ പറയുന്നു, നമ്മുടെ പ്രാർത്ഥനാ മുറി പോലെ, நான் இப்ப சொல்லுகிறேன், நம்முடைய வீடு நம்முடைய ஒரு ஜெப அறை உள்ளது போல പവർഫുൾ ആയ ഒരു റൂം ലോകത്തൊരിടത്തുമില്ല. பவரான ஒரு வல்லமையான ஒரு அறை உலகத்தில் வேற எங்குமே இல்லை. ഏറ്റവും മൾട്ടി സ്പെഷ്യാലിറ്റി
പവറുള്ള ഹോസ്പിറ്റലിന്റെ ഐസിയുവിനേക്കാൾ വെന്റിലേറ്ററിനേക്കാൾ പവർഫുൾ ആണ് പ്രാർത്ഥനക്കാരന്റെ പ്രാർത്ഥന. உலகத்தில் இருக்கிறதான மிகப்பெரிய மல்டி ஸ்பெஷாலிட்டி ஹாஸ்பிட்டல்ல இருக்கிற ஐசியூ யூனிட்டுக்குள்ள இருக்கிறதான வல்லமை விடைக்கும் அதிகமான வல்லமை தான் உண்மையாக ஜெபிக்கிற ஜெப வீரனுடைய வீட்டுக்குள்ள இருக்கிற ஜெபத்துடைய வல்லமை. എന്റെ വീട് അമ്മാതിരി ഒരു പ്രാർത്ഥന മുറിയാകണം. என்னுடைய வீடு அவ்வண்ணமான ஒரு ஜெப வீடாய் மாறணும். അത് ലൈഫ് മാറ്റിമറിക്കുന്ന മുറിയാകണം. வாழ்க்கை മാറ്റി മറിക്കக்கூடிய ഒരു അറയായി മാറട്டும். അറിയത്തില്ല യൂദായുടെ വീടിന്റെ പ്രത്യേകത എന്താണ്. எனக்கு தெரியாது யூதாவுடைய வீட்டினுடைய மேன்மை என்ன என்று. അതിനകത്തേക്ക് ദൈവം ശൗലിനെ തള്ളിക്കയറ്റി. அந்த വീട്ടുக்குள்ளே ആണ്ടവർ സൗலை அப்படியே ഉന്തി ഏറ്റിനാർ. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ വീടിനകത്തൂടെ വീടിന്റെ മുമ്പിലൂടെ ഒരു രോഗിയെ കൊണ്ട് പോയാൽ അന്നേരം രോഗി സൗഖ്യമാകും. നേരത്തിൽ നമ്മൾ വീട്ടു അരികാമേൽ കൂടെ വീട്ടിന്റെ മുൻ വാസലിൽ കൂടെ കൊണ്ടുപോയി വ്യാധിസ്ഥനെ കൊണ്ടുപോയാൽ അന്ത നിമിഷത്തിൽ വിടുതല ഉണ്ടാകട്டும். കർത്താവേ, ഞാൻ എനിക്ക് അതുപോലത്തെ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം വേണം. എനിക്ക് അപ്പടിപ്പെട്ട ഒരു ജപത്തിന്റെ അഭിഷേകം വേണ്ടും. രണ്ട് പേരുടെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. അവരുടെ കാര്യത്തെ താനിങ്ങ പേസുகிறோம். ചിലർ ചോദിക്കും, ഈ പബ്ലിക്കിൽ എന്തിനാ അഭിഷേകത്തെ കുറിച്ച് പറയുന്നത്? ചിലർക്ക് നിനക്കല്ല പബ്ലിക്കിലെ എதற்காக നിങ്ങൾ അഭിഷേകത്തെ പറ്റി പേസുகிறீர்கள்? അഭിഷേകം എന്തെന്നറിയാത്ത, അഭിഷേകം என்ன എന്ന് தெரியாத, അതിനെ കുറിച്ച് അറിയാത്ത, അതേക്കുറിച്ച് தெரியாத, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്ത தெரியாத ഒരു മനുഷ്യന്റെ വീടിനകത്ത് ഒരു മനുഷ്യൻ വീട്ടുക്കുള്ളേ ദൈവം പത്രോസിനെ വിടുകയാണ്. ആണ്ടവർ പേതുരുവെ അനുപ്പുகிறார். ഇവിടെ വേറൊരു സബ്ജക്ട് നീ പറയണ്ട. இந்த வீட்டுக்குள்ளே இங்க வேற ஒரு செய்தி நீ சொல்ல வேண்டாம். ഇവിടെ നീ അഭിഷേകത്തെ കുറിച്ച് പറയണം. இங்க நீ അഭിഷേകത്തെ പറ്റി மட்டும் சொன்னால் போதுം. ഈ ദിവസങ്ങളിൽ അഭിഷേകത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ദേശമാകട്ടെ നമ്മുടെ ദേശം. இந்த நாட்கள் നമ്മുടെ ദേശം അഭിഷേകത്തെ പറ്റി சொல்லுகிற ഒരു ദേശമായി നമ്മുടെ ദേശത്തെ കർത്താവ് മാറ്റട്டும். ഇവിടുത്തെ ആയിരക്കണക്കിന് വീടുകൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ. இந்த பிராந்தியத்தில் இருக்கிறதான ஆயிரக்கணக்கான வீடுகள் பரிசுத்த ஆவியானவரை பற்றி பேசுகிற வீடாய் மாறட்டும். ഓരോ വീടുകളുടെ നാൽക്കെട്ടിനകത്തും നൂറുകണക്കിന് വിഷയങ്ങളാണ്. ஒவ்வொரு வீடுகளுக்குள்ள நூற்றுக்கணக்கான பிரச்சனையும் காரியங்களும் உண்டு. പലവിധമായ രോഗങ്ങൾ, പലവിധமான വ്യാധികൾ, പലവിധമായ പാപങ്ങൾ, പലവിധமான പാപങ്ങൾ, പലവിധ സംഘർഷങ്ങൾ, പലവിധமான സങ്കടങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ, നഷ്ടങ്ങൾ, വേദനകൾ, പോരാട്ടങ്ങൾ, ഡിവോഴ്സുകൾ, വിവാഹരത്തുകൾ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ പുരുഷൻ മനവി ഐക്യത്തുക്കുള്ള പോരാട്ടം. ചിലർക്ക് സൂയിസൈഡ് ചെയ്താൽ മതി, ചില സുവിശേഷം ചെയ്താൽ പോരും, തற்கொலை ചെയ്താൽ പോരും. ചിലർ പറയും ഞാൻ നിന്നെ കൊന്നുകളയും, ഞാൻ കൊலை ചെയ്തു വിടുവേൻ. ചിലർ പറയും എനിക്ക് ഇതിനെ ഇഷ്ടമല്ല, ചിലർ എനിക്ക് ഉന്ന വിരുപ്പമേ ഇല്ല. ഇതുപോലത്തെ എത്രയോ ഫാമിലികളുണ്ട്, ഇപ്പടിപ്പെട്ട എത്രയോ കുടുംബങ്ങളുണ്ട്. എത്രയോ കുടുംബങ്ങൾക്കകത്ത് മക്കൾ രഹസ്യങ്ങൾ കൊണ്ട് നടക്കുന്നു. ഇപ്പടിപ്പെട്ട എത്രയോ കുടുംബങ്ങൾക്കുള്ള മക്കൾ രഹസ്യങ്ങളെ കൊണ്ട് നടക്கிறார்கள். ഭർത്താവ് രഹസ്യങ്ങളെ കൊണ്ട് നടക്കുന്നു, പുരുഷൻ രഹസ്യത്തെ കൊണ്ട് നടக்கிறார். ഭാര്യ രഹസ്യങ്ങളെ കൊണ്ടുപോകുന്നു, മனைவி രഹസ്യത്തെ കൊണ്ട് നടக்கிறாள். തട്ടിപ്പുകൾ നടക്കുന്നു, ഏമാറ്റുകൾ നടக்கிறது, ഫിനാൻഷ്യൽ കറപ്ഷൻ നടക്കുന്നു, പൊരുളാധാര ഇളപ്പുകൾ ഉണ്ടാകുന്നത്. ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകിട്ട് വീട്ടിൽ വരുന്നത് വരെ കാണുന്ന വഴിയിലും കേട്ട വഴിയിലും കറപ്ഷൻസ് ആണ്. ഒരു നാൾ കാലയിലിருந்து വീട്ടിലിருந்து ഇറങ്ങിയാൽ മാலை വരുവதற்குள்ளே നമ്മുടെ வாழ்க்கையில അനേക വിധமான ஏமாற்றுகள், ഫ്രോഡ്തനങ്ങൾ, കറപ്ഷൻ தான் നടக்கிறது. പൈസ വേണം, മണി 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 മണി, കാശ് വേണം, മണി 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 മണി, എല്ലാവർക്കും പൈസ മതി, എല്ലാവർക്കും കാശ് തേവൈ. അതിനുവേണ്ടി കൊല്ലാൻ തയ്യാറാണ്, അതற்காக കൊலை செய்ய ரெடி, അതിനുവേണ്ടി പിടിച്ചു പറിക്കാൻ തയ്യാറാണ്, അതற்காக തട്ടിപ്പറിക്കാൻ റെഡി, കള്ളത്തരം പറയാൻ തയ്യാറാണ്, പേസ റെഡി, വഞ്ചിക്കാൻ തയ്യാറാണ്, മാറ്റുമടി റെഡി. ഒരുപാട് ഫാമിലീസ് കറപ്റ്റഡ് ആണ്, അനേക കുടുംബങ്ങൾ കറപ്ഷനായി കാണപ്പെടുகிறது. ജനറേഷൻ കറപ്ഷനിലേക്കാണ് പോകുന്നത്. തലമുറ ഇന്നേക്ക് കറപ്ഷനുക്ക് നേരായി പോകുന്നത്. സ്കൂളിൽ നിന്ന് പോകുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, അനേക സ്കൂളിൽ പോകുന്ന പിള്ളേരെ പാർത്തിരിക്കുന്നു. അതൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര ഞാൻ ചിലപ്പോ ആവേശത്തോടെ ഞാനൊക്കെ പറഞ്ഞു പോകും. ഞാൻ അതെല്ലാം ചൊല്ലുമ്പോൾ ചിലപ്പോ ആവേശത്തോടെ വാർത്തകളെല്ലാം ചൊല്ലിപ്പോവേൻ. കാരണം ഞാൻ പഠിച്ച സമയത്ത് ഈ മൊബൈൽ ഇല്ലായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ இந்த മൊബൈൽ ഇല്ല. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ റബ്ബർ എലാസ്റ്റിക് ഇങ്ങനെ ഇട്ട് പുസ്തകമൊക്കെ എടുത്ത് ഇങ്ങനെ ഇത്രയും കെട്ട് പുസ്തകം ഉണ്ട്, ഇതും പിടിച്ചോണ്ടാ സ്കൂളിൽ പോകുന്നത്. நாங்க படிக்கிற காலகட்டத்தில் எல்லா புத்தகத்தை அடுக்கி வச்சு அதுக்கு மேல ஒரு ரப்பர் பேண்ட் போட்டு அதை தோல்ல சுமந்து தான் நாங்க எல்லாம் ஸ்கூலுக்கு போனோம். അതിന്റെ റബ്ബർ ബാൻഡിന്റെ ഡിസൈൻ ഉണ്ട്, ഇത്ര വീതിയുള്ള. அந்த ரப்பர் பேண்டுகள்லாம் அல்லது அந்த வாറുகளுக்கெல்லாம் டிசைன் அழகா இருக்கும். അതിൽ ഒരു റബ്ബർ ബാൻഡ് അച്ഛൻ വാങ്ങിച്ചു വന്നാൽ അന്നത്തെ ദിവസം എന്തോ സന്തോഷം. அந்த நாட்கள்ல ஒரு வாறு புத்தகத்துல கட்டுவதற்கு ஒரு வாறு எங்க அப்பா வாங்கி தந்தா அன்னைக்கு பயங்கர சந்தோஷம். ഈ പുസ്തകം പൊതിയുന്ന തിളക്കമുള്ള പേപ്പർ
അയ്യോ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സംഭവമായിരുന്നു. அந்த புத்தகத்துக்கு அட்டை போடக்கூடியதான மினுமினுக்கான நல்ல பேப்பர் அட்டைகள் கிடைக்கும். அது வாங்கி தந்த ரொம்ப சந்தோஷம். ഓ ഇന്നത്തെ കാലം എന്താണ്? இன்னைக்குள்ள காலத்தை பாருங்க. ഒരു 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 പെണ്ണ് കനം കുറഞ്ഞ ഒരു പെണ്ണാണ്, മെലിന്തதான ഒരു சின்ன பிள்ளை. ഞാനത് കുറ്റപ്പെടുത്തുവൊന്നുമല്ല, വേറെ കുറ്റം சொல்லி சொல்வதில்லை. ചിന്തിച്ച ഒരു കാര്യം പറയാം. ചിന്തിച്ച ഒരു കാര്യം, ഞാനൊരു ഇവള് ഈ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്താൻ ചിലപ്പോൾ രാത്രിയാകും. இந்த நடந்தா ഫോൺ പേസിട്ട് നടന്ന വീടെത്തുവർക്ക് രാത്രിയാകും. അയ്യോ അങ്ങേ സൈഡിൽ പപ്പായും മമ്മിയും ഒന്നും അല്ല. അയ്യോ அந்த பக்கம் பேசுகிறது தாயும் தகப்பனும் அல்ல. നമ്മൾ കീഴെ നിന്നാലും നമുക്കൊന്നും മനസ്സിലാവത്തില്ല, പക്ഷെ അവർക്ക് നല്ലപോലെ മനസ്സിലാവും. നമ്മ പക്കത്ത് നമുക്കൊന്നും தெரியாது, ஆனா அவங்களுக்கு நல்லா தெரியும். സ്കൂളിൽ പോകുന്നതേ കറപ്ഷൻ. ഓ സ്കൂളിൽ പോறதே കറപ്ഷൻ. വീടിന്റെ അടുക്കിലേക്ക് വരുമ്പോ മൊബൈൽ ബാഗില്, ഓ വീട്ടു അരികാമൽ വരുമ്പോ മൊബൈൽ ഓഫ് பண்ணி ബാഗിൽ പോട്ട് ഒന്നും தெரியாதവായി. പിന്നെ ചിലര് വഴി വെച്ച് പിണങ്ങിയായിരിക്കും വരുന്നത്. ചിലര് പാതയിൽ വഴിയില வைத்து சண்டை போட்டுட்டு தான் வருவார்கள். ഇങ്ങനെ ഒത്തിരി ഡിസ്റ്റർബൻസുകൾ ജനറേഷന് നടക്കുകയാണ്. ഇപ്പോഴുള്ള തലമുറകൾ ഇപ്പടിപ്പെട്ടതാണ് ധാരാളം ഡിസ്റ്റർബൻസുകൾ കാണപ്പെടുகிறது. ഇതൊന്നും ആരും പ്രസംഗിക്കത്തില്ല, ഇതുകൊണ്ട് ആരും പ്രസംഗം பண்ண மாட்டார்கள். ഇവരൊന്ന് പ്രസംഗിച്ചിട്ട് നോക്കട്ടെ ഇവരെ എത്ര നല്ല തകപ്പനാന്നേലും തകർത്ത് കളയും. ഇവരിൽ നല്ല ഇപ്പടിപ്പെട്ട വാർത്തകൾ പ്രസംഗം பண்ணினால் எவ்வளவு நல்ல தகப்பன் ஊழியக்காரர்கள் பிரசங்கம் பண்ணினாலும் நீங்க இவர்களை அழித்து போடுவீர்கள். തമിഴ്നാട്ടിൽ കുഴപ്പമില്ല, ஆனா இங்க பிரச்சனை இல்லை. ഞാനിപ്പോൾ ഇവിടെ അല്ലേ നിൽക്കുന്നത്. പക്ഷെ കേരളത്തിൽ വലിയ പ്രശ്നമാണ്. പാസ്റ്റേഴ്സിന് അടുത്ത ദിവസം അടുത്ത കമ്മിറ്റിയിൽ ട്രാൻസ്ഫർ ആണ്. ஆனால் கேரளாவில் அடுத்த ட்ரான்ஸ்ஃபர் கமிட்டி போட்டு ட்ரான்ஸ்ஃபர் பண்ணி விட்டுருவாங்க. പിന്നെ നമ്മുടെ പാസ്റ്റേഴ്സ് ഒന്നും ഇതൊന്നും പറയാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ലല്ലോ. അവர்கள் சொல்வதற்கு விருப்பம் இருந்தாலும் கேட்பதற்கு யாரும் ஆயத்தமில்லை. കറപ്റ്റഡായി മാറി, എല്ലാം കറപ്റ്റഡായി കാണപ്പെടുகிறது. യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്. യേശയ്യാ ദീർഘദർശന പുസ്തകത്തിൽ ഒരു വചനമുണ്ട്. യെശയ്യാ പ്രവചനം 14-ാമത്തെ അധ്യായം 14. യേശയ്യാ 14-ാം അധ്യായം യെശയ്യാ 14 അതോ ഇരമ്യാവാണോ? അതെവിടെ പോയി? നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. 34 ഉനക്ക് വിരോധമായി ഉരുവാക്കപ്പെടുന്ന ആയുധം വായിക്കാതെ പോകും. 34 34 54 റൈറ്റ്. ഓ താങ്ക് യു, ലവ് യു. നോ അതിന്റെ 14-ാമത്തെ വാക്യം. 14 അതിന്റെ 54-ന്റെ 14-ാം വാക്യം. നീതിയാൽ നീ സ്ഥിരമായിരിക്കും. അതും ഭയങ്കര. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഉരുവാക്കപ്പെടും. പക്ഷെ അതൊന്നും ഉനക്ക് വിരോധമായി ആയുധങ്ങൾ ഉരുവാക്കപ്പെടും, ആനാലും വായിക്കാതെ പോകും. അതിന്റെ 14-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? 14-ാം വചനം ആംഗ്ലത്തിൽ ഇവണ്ണമായി എഴുതിയിരിക്കുന്നത്. എനിക്ക് ചില വാക്യങ്ങൾ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കുന്നത് നല്ല ഇതായിരിക്കും. ചില വചനങ്ങൾ ഇംഗ്ലീഷിൽ വാസിപ്പത് നല്ലതായിരിക്കണം. ഇംഗ്ലീഷിനോട് ആർക്കും ഇഷ്ടക്കേടൊന്നും തോന്നണ്ട. ഇംഗ്ലീഷിലെ ആർക്കും വെറുപ്പൊന്നും വരെ വേണ്ടാം. ഇംഗ്ലീഷ് രാജ്യത്തെ എല്ലാവർക്കും ഇഷ്ടമാണ്. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. നീതിയിൽ നീ സ്ഥിരപ്പെട്ടിരിപ്പായി. നീ പീഡനത്തോട് അകന്നിരിക്കും. നീ എതിർത്ത് പീഡനത്തോട് കൊടുമയ്ക്ക് ദൂരമാവായി. നിനക്ക് ഭയപ്പെടാനില്ലല്ലോ. ഉനക്ക് ഭയപ്പെട ഒന്നുമില്ലേ. ഭീഷണിയോട് നീ അകന്നിരിക്കും. തീമയ്ക്ക് നീ ദൂരമായിരിപ്പായി. യെശയ്യാ 54-14. യെശയ്യാ 54-14.
അത് നിന്നോട് അടുത്ത് വരികയില്ല. அவைகள் திகிலுக்கு தூரமாவாய் அது உன்னை அணுகுவதில்லை. ഇതിന്റെ എല്ലാം സീക്രട്ട് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. இதனுடைய எல்லாதோட ரகசியம் தான் அங்கே எழுதப்பட்டிருக்கிறது. നീതി, നീതിയാൽ, நீதியால் ஸ்திரப்பட்டிருப்பாய். righteousness എന്നാ ഇംഗ്ലീഷ്. நீதிக்காய் ஸ்திரப்பட்டிருப்பாய். നീതി തമിഴിൽ എങ്ങനെ നീതി? നീതി അതിന് എന്താ പറയുന്നത്? നീതി. Can you define it? righteousness. Righteousness വേറെ എന്ത് പറയും? என்ன നീതി? എന്താ നീതി? நீதி என்று சொன்னால் என்ன? having no corruption. அந்த இடத்துல எந்த விதமான கரப்ஷனும் இல்லாமல் இருக்கிறது. அതാണ് നീതി. அதுதான் நீதி. ஒரிஜினலாக genuine ആയ ലൈഫ്. നീതിயான ഒരു റൈറ്റ്. അന്യന്റെ ഒരു രൂപ പോലും കളിപ്പിക്കാത്ത ലൈഫ്. മറ്റുള്ളവരുടെ ഒരു കാശ് കൂടെ ഏമാറ്റാത്ത ഒരു வாழ்க்கை. ഞാനൊരു വീട്ടിൽ എന്നെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ ഒരു இடத்துல പോകുമ്പോൾ വീട്ടിൽ എന്നെ തങ്ക வைத்தார்கள். എന്റെ കയ്യിൽ പേനയില്ല, എനിക്കൊരു പെൻ വേണം. എനിക്കൊരു പെൻ ഇല്ല, എനിക്കൊരു പേന வேண்டும். പക്ഷെ ആ ടേബിളിൽ അതെല്ലാം ഉണ്ട്. ஆனால் அந்த டேபிள்ல அந்த பேனா எல்லாம் இருக்கிறது. അവൻ ഞാൻ ആ പേന എടുത്ത് യൂസ് ചെയ്തു. நான் அந்த பெண்ணை எடுத்து யூஸ் பண்ணினேன். അവൻ എന്തോ ആ പേന അറിയാതെ എന്റെ ബൈബിളിലോ എവിടോ ആയിപ്പോയി. അത് എന്നെ தெரியாமலே எப்படியோ என்னோட பைபிள்ல அந்த பேனா வந்தது. തിരിച്ച് ഞാൻ നോക്കിയപ്പോൾ ആ പേന എന്റെ കയ്യിലുണ്ട്. അപ്പുറമായി ഞാൻ பார்க்கும்போது പെൻ என்னுடைய கையில இருந்தது. ഒരു ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ ഈ പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്, അഭിഷേകം, ആണ്ടവർ ഇതെല്ലാം പറയുമ്പോൾ നമുക്കറിയത്തില്ല ഇതിന്റെ എല്ലാം മർമ്മം എന്താണ്. ஆனால் ஒரு சின்ன காரியமானாலும் நான் கூப்பிடுகிற பரிசுத்த ஆவி, ஆண்டவர், ஆனா நமக்கு தெரியாது இதனுடைய மர்மம், இதனுடைய ரகசியம் என்ன என்று நமக்கு தெரியாது. ഇന്നലെ എന്റെ വീട്ടിൽ രണ്ടുപേര് വന്നു. நேற்றைய தினத்தில் என்னுடைய வீட்டில் 2 நபர்கள் வந்தார்கள். അപ്പോൾ ഒരല്പം തിരക്ക്, എൻ്റെ കുഞ്ഞിന്റെ വിവാഹമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ വീട്ടിൽ. என்னுடைய பிள்ளையுடைய திருமணம் அடுத்த வாரத்தில் நடக்க இருக்கிறது. ஆக கொஞ்சம் பிஸியா இருந்தேன். அப்ப 2 பேரும் வந்தார்கள். കുറച്ച് അഡ്വാൻസ് കൊടുക്കുകയാണ്. கொஞ்சம் அட்வான்ஸ் கொடுக்கும்படியாக. പൈസയ്ക്ക് കൊടുക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. காசுகள் கொடுப்பதற்கு முன்பாக சில காரியங்கள் நாங்கள் பேசினோம். അവർ കാത്തലിക് ഭാഗത്തുള്ളവരാണ്. അവർ കത്തോലിക്ക സമുദായത്തെ ചേർന്നവர்கள். എന്തോ ഞാനിങ്ങനെ എൻ്റെ കുറെ ടെസ്റ്റ് മണി കാര്യങ്ങളും ഒക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു. അവർ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. അത് വെച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് വന്ന ചില കാര്യങ്ങളാണ്. நான் என்னுடைய பாடுகளை எழுதுவேன். அந்த பாடல்களை வைத்து சில காரியங்களை சொல்லும்போது புரிந்த சில காரியங்களை கேட்டார்கள். അതിനകത്ത് ഒരാൾ പറഞ്ഞു, ഈ പൈസയെ കളിപ്പിക്കുന്ന കാര്യമാണ് ഞങ്ങൾ. அதுக்குள்ளே அந்த காசை ஏமாற்றுகிற வஞ்சிக்கிற சில காரியங்கள் அதில் உண்டு. അതിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. அதில் ஒரு மனுஷன் இவனமாய் நடுங்க ஆரம்பித்தான். പെട്ടെന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. சீக்கிரம் என்னிடத்தில் பேச ஆரம்பித்தான். പാസ്റ്റർ, നമ്മൾ ജാസ്തി പൈസ വാങ്ങിക്കുന്നത് ശരിയാ തെറ്റാ? போதகரே, நாம் அதிகமாய் காசு வாங்குறது சரியா தவறா? ഞാൻ പറഞ്ഞു, പീഡനത്താലുള്ള ആദായം പാടില്ല. நான் சொன்ன இப்படிப்பட்ட ஏமாற்றுத்தனத்தாலுള്ളதான வருமானம் நமக்கு தேவையில்லை. ഒരു മനുഷ്യനെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ നന്മ വരാൻ പാടില്ല. ஒரு மனிதனையும் வேதனைப்படுத்திக்கொண்டு எந்த ஒரு நன்மையும் நம்முடைய வாழ்க்கையில வரக்கூடாது. ഇതൊന്നും കാണാൻ ആരുമില്ല, പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാം കാണുന്ന 2 കണ്ണുകളുണ്ട്. ஆனா இதெல்லாம் நாம் செய்தாலும் நம்மை பார்க்க இந்த உலகத்துல ஒருத்தருமே இல்லை. ஆனா எப்போது எல்லா இடத்திலும் நம்மை பார்க்கிற 2 கண்கள் நம்மோடு கூட இருக்கிறது. ആ 2 കണ്ണിന് പറയുന്ന പേരാണ് നീതി. அந்த 2 கண்களுக்கு சொல்லுகிற பேர் தான் நீதி. Righteousness. நீதி. നീ നീതിയാൽ സ്ഥിരമായിരിക്കും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിപ്പാய். ഒന്ന് പറഞ്ഞേ, ഞാൻ നീതിയാൽ സ്ഥിരപ്പെടാൻ ആഗ്രഹിക്കുന്നു. നീതിയിൽ സ്ഥിരപ്പെടാൻ ഞാൻ ആശைப்படுகிறேன். എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് നീതിയാൽ സ്ഥിരപ്പെടാൻ? എത്ര പേർ വിരുമ്പുகிறேன் എനിക്ക് നീതിയിൽ സ്ഥിരപ്പെട வேண்டும் என்று? അതിനെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ കുറച്ചുകൂടെ അതിനെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അത് ആംഗ്ലത്തിൽ சொல்லுമ്പോൾ கொஞ்சம் கூட നമുക്ക് തെളിവാக சொல்லலாம். അതിന്റെ 14ാമത്തെ വാക്യം ഭാഷ ഒന്ന് വായിച്ച്. ഇത് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ച്. In righteousness shalt thou be established. Speed boy. In righteousness I will be established. நான் அதை வெளிப்படுத்த போகிறேன். സ്ഥിരമായിരിക്കുമെന്നുള്ള പദത്തിനകത്ത് അത്രയും പവർ ഇല്ല. அந்த നീതിയിൽ സ്ഥിരപ്പെട്ടിരിപ്പാய் എന്ന വാർത്തയ്ക്ക് അவ்வளவு പവർ ഇല്ല. ഒരു 100 രൂപയുടെ പവറും $100 ഒരു നോട്ടിന്റെ പവറും എനിക്ക് നല്ലപോലെ അറിയാം. 100 രൂപായ് ഇന്ത്യ രൂപയുടെ പവറും വല്ലമയും 100 അമേരിക്കൻ ഡോളറുടെ പവർക്ക് വ്യത്യാസം എനിക്ക് നല്ലാக தெரியும். നമ്മൾ 100 രൂപയൊക്കെ സ്വത്രകാഴ്ച ഇടുന്നത് നാം 100 രൂപ കാണിക്കപ്പോൾ പക്ഷെ അവര് $1 ചുരുട്ടാറില്ല. കാരണം
അത് അവരുടെ ഒരു കറൻസിയാണ്, അത് അവരുടെ വാല്യുബിൾ തിങ്സ് ആണ്. பாருங்க, அதுல இருந்து அவங்களுக்கு ஒரு கரப்ஷன் அங்க இல்ல. அவ்வளவுக்கு அந்த டாலருக்கு அந்த மதிப்பை கொடுக்கிறார்கள். നമ്മുടെ 100 രൂപ 100 രൂപയാണ്. നമ്മുടെ 100 രൂപ 100 രൂപ தான். പക്ഷെ $100 എന്ന് പറയുന്നത് എത്ര രൂപ ആയിരിക്കും ഇപ്പം? 9200. അയ്യോ, എവിടോ ഡോളറിന്റെ പരിപാടിയുണ്ട്. അത് 10,000 രൂപയുടെ വാല്യൂ. 10,000 രൂപയിലും ഇങ്ങനെ ചുരുട്ടു. கிட்டத்தட்ட $100 விலை என்று சொல்லுகிற கிட்டத்தட்ட 10,000 ரூபாய் மதிப்பு இருக்கிறது. ആ 10,000 രൂപ നമ്മൾ ഇങ്ങനെ ചുരുട്ടി ഒന്നും ഉപയോഗിക്കുന്നില്ല. அந்த 10,000 ரூபாயை நிசாரமாய் ஆண்டவருக்காய் கொடுக்கிறார்கள். നിങ്ങൾക്ക് അതൊരു ഡൗട്ട് ആണെങ്കിൽ ഈ യോഗം കഴിയുമ്പോൾ നിങ്ങൾ ഒരു 10,000 രൂപ എനിക്ക് താ, ഞാൻ ഒരിക്കലും ചുരുട്ടാതെ പോക്കറ്റ് വെക്കും. ஓ, நீங்கள் அதை உங்களுக்கு சந்தேகம் என்று சொன்னால் நீங்கள் அந்த 10,000 ரூபாய் என்று கையில் தாருங்க, நான் அதை சுருட்டாமல் அப்படியே என்னோட பாக்கெட்ல வைப்பேன். ഞാൻ എനിക്ക് അതിനെ സൂക്ഷിച്ചു വെക്കും. அதை நான் ரொம்ப பத்திரப்படுத்தி வைப்பேன். ചില വേർഡുകൾ ഇംഗ്ലീഷിൽ ഭയങ്കര പവർഫുൾ ആണ്. சில வார்த்தைகள் ஆங்கிலத்தில் நல்ல வல்லமையான வார்த்தைகள். നീതിയാൽ സ്ഥിരമായിരിക്കും, நீதியில் ஸ்திரப்பட்டிருப்பாய். ഒരു രസം വരുന്നില്ല. அந்த வார்த்தைக்கு அவ்வளவு ஒரு டேஸ்ட் வரவில்லை. കഴിഞ്ഞ ദിവസം ഈ വചനം എന്നോട് സംസാരിച്ചപ്പോൾ போன நாள் இந்த வசனம் என்னிடத்தில் பேசும் பொழுது ഇംഗ്ലീഷിൽ ഞാൻ അതിന്റെ താഴെ ഒന്ന് വായിച്ചു. ஆங்கிலத்தில் அது கீழே வாசித்தேன். റൈച്ചസ്നെസ് കൊണ്ട് ഞാൻ എസ്റ്റാബ്ലിഷ് ആകും. നീതിയിനാലെ ഞാൻ அதை ബലപ്പെടുത്തി ഉയർത്തി കാട്ടുവേൻ. ഞാൻ സ്ഥിരമായിരിക്കുമെന്ന് പറയുന്ന വാക്കും സ്ഥിരമായി ഇരുപ്പേൻ എന്ന് சொல்கிற വാർത്തയ്ക്കും എസ്റ്റാബ്ലിഷ് ആകും എന്ന് പറയുന്നത് அதை വ്യത്യാസം. மேன்மைப்படுத்தி காட்டுவேன் என்று சொல்கிற வார்த்தைக்கும் ഒരു കൊച്ചു കട നമ്മൾ തുടങ്ങിയാൽ, ஒரு சின்ன கடை நாம் ஆரம்பித்தால் അതിനെ നമ്മൾ ഇതൊരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. இந்த சின்ன கடையை பார்த்து இது ஒரு பெரிய விரிவாக்கப்பட்ட ஒரு கடை என்று சொல்ல மாட்டோம். ഇത് വലിയ എസ്റ്റാബ്ലിഷ് ആകാൻ പോവാണ്. இது நல்ல முறையில் இன்னும் விரிவாக்கம் செய்யப்பட போகிறது. ഈ കൺവെൻഷൻ അങ്ങ് എസ്റ്റാബ്ലിഷ് ആകാൻ പോവാണ്. இந்த கன்வென்ஷன் இன்னும் அதிகமாக பிரசித்திப்பட போகிறது. എസ്റ്റാബ്ലിഷ് ആകാൻ പോവുകയാണ്. ஓ, அது விரிவாக்கப்பட போகிறது എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം പോരാ, அப்படின்னு சொன்னா இந்த இடம் பத்தாது, ഈ ബിൽഡിംഗ് പോരാ, இந்த கட்டிடம் பத்தாது, இந்த വീട് എസ്റ്റാബ്ലിഷ് ആകാൻ உங்களுடைய പോവുകയാണ്. வீடு இன்னும் விரிவாக்கப்பட போகிறது. പ്ലാസ്റ്റിക് കസേരകൾ റീപ്ലേസ് ആയിരിക്കും. ஓ, இந்த பிளாஸ்டிக் சேர்கள் எல்லாம் ரீப்ளேஸ்மென்ட் ஆக போகிறது. പുതിയ ചെയറുകൾ വന്നിരിക്കും. அங்க புதிய சேர்கள் வர போகிறது. ആ ബെഡ് അവിടുന്ന് മാറിയിരിക്കും. அந்த பெட் எல்லாம் அங்க மாறுகிறது. നമ്മുടെ വണ്ടിയുടെ ലെവൽ മാറും. நம்முடைய வாகனத்துடைய லெவல் மாறுகிறது. നമ്മുടെ മൊത്തം സംഭവം പുതിയതായി മാറി. நம்முடைய முழு வாழ்க்கை புதிதாய் மாறப்படுகிறது. ഒന്ന് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ആകുക. எல்லாரும் சொல்லுங்க, எஸ்டாப்லிஷ் ஆக மாற வேண்டும். அதுக்கு இங்கிலீஷ் அതൊന്നും നമുക്ക് வேண்டாம் அப்படின்னு சொன்னுங்க. எல்லாரும் சொல்லுங்க, நம்முடைய வாழ்க்கை இன்னும் விரிவாக்கப்பட வேண்டும். നിങ്ങൾ പറ, നാളെ ഡോളറുകൾ നിങ്ങളുടെ കൈ വരട്ടെ. பிள்ளைகளை சொல்லுங்க, நாளை டாலர் எல்லாம் உங்க கையில வரப்போகுது. നമുക്കൊന്നും വേണ്ട, നമുക്ക് പെട്രോൾ വേണ്ട, ഗ്യാസ് വേണ്ട, നല്ല തുണി വേണ്ട, നല്ല സാപ്പാട് വേണ്ട, പാസ്റ്റർ മൊബൈലേ വേണ്ട, വെച്ചുക്കോ. ഇതൊന്നും വേണ്ട. பெட்ரோல் வேண்டாம், கேஸ் வேண்டாம், நல்ல ட்ரெஸ் வேண்டாம், போதகரே மொபைலே வேண்டாம், நீங்க வச்சுக்கிடுங்க. കൊച്ചു പിള്ളേർക്ക് ചുമ്മാ ഒരു ഡമ്മി മൊബൈൽ കൊടുത്താൽ എടുത്തെറിയും. 2 വയസ്സുള്ള പിള്ളേർക്ക്, 2 വയதான പിള്ളേർക്ക് സാധാരണ ഒരു ഡമ്മി മൊബൈൽ എടുത്താൽ തൂക്കി ദൂരെ വീസുகிறாங்க. അവർക്ക് കിടക്കാച്ചി ഫോൺ വേണം, അവങ്ങൾ നല്ല ഐഫോൺ വേണം. എന്നിട്ട് ഇപ്പോഴും പേരൻസ് ആയ നമുക്കത് അംഗീകരിക്കാൻ വയ്യ. അത് പെറ്റോരാകി നമുക്കത് ഏറ്റുകൊള്ള முடியல. ഇതുകൊണ്ടാണ് വീടിനകത്ത് പിള്ളേരും പേരൻസുമായിട്ട് ബഹളം. ஆகவே தான் வீட்டுக்குள்ளே பிள்ளைகளும் பேரண்ட்ஸுமாக ஒரே பிரச்சனை. വളർന്നു വരുന്ന പിള്ളേരെ മനസ്സിലാക്കണം. വളരുന്ന പിള്ളേരെ നാം പുரிந்து கொள்ள வேண்டும். അവരുടെ വസ്ത്രധാരണം മാറിപ്പോയി, അവരുடைய ആടை അലങ്കാരങ്ങൾ മാറിവിട്ടത്. ഞാൻ ഇതുപോലത്തെ ഒരു നിക്കർ ഇട്ടുകൊണ്ട് സ്കൂളിൽ പോയ കാലമുണ്ട്. ഞാൻ ഇവണ്ണமாக ഒരു അര നിക്കർ പോട്ടിട്ട് സ്കൂളിൽ പോയ നാളുകളുണ്ട്. ഈ ഫോറിൻ ലുങ്കി കട്ട് ചെയ്ത് ഷർട്ട് ഉണ്ടാക്കിയ കാലമുണ്ട്. ഫോറിൻ കൈലികളെ കൊണ്ടുവന്ന് അത് കട്ട് பண்ணி சட்டை தைத்து போட்ட നാളുകളുണ്ട്. ഇന്നത്തെ കാലം മാറിപ്പോയി. ഇന്നേക്കുള്ള കാലഘട്ടങ്ങൾ മാറുന്നത്. ഈ ജനറേഷൻ വേറൊരു തലമുറയാണ്. இந்த தலைமுறைகள் இன்னொரு தலைமுறைக்காக மாறுகிறது. ഇവർ എസ്റ്റാബ്ലിഷ് ആകണം. ഇവർ വിരിവാക്കപ്പെட வேண்டும். ഒന്ന് പറഞ്ഞേ, എനിക്ക് എസ്റ്റാബ്ലിഷ് ആകണം. சொல்லுங்க, எனக்கு விரிவாக்கப்பட வேண்டும். അന്യഭാഷ പറയാമെങ്കിൽ എസ്റ്റാബ്ലിഷ് എന്ന് പറയാൻ വയ്യ. അന്യഭാഷ சொல்லுகிற உங்களுக்கு எஸ்டாப்லிஷ் என்ற வார்த்தை சொல்வதற்கு என்ன கஷ்டம்? പറ, എസ്റ്റാബ്ലിഷ് ആകണം. சொல்லுங்க, எஸ்டாப்லிஷ் ஆக மாற வேண்டும். എന്റെ കുഞ്ഞുങ്ങൾ എസ്റ്റാബ്ലിഷ് ആകണം. என்னுடைய பிள்ளைகள் எஸ்டாப்லிஷ் ஆக மாற வேண்டும். എന്ന് പറഞ്ഞാൽ സൈക്കിൾ മാറി അവർ കാർ ഓടിക്കുന്നവരാകണം. அப்படி சொன்னா மிதிவண்டி மாறி அவர் கார்கள் ஓட்டுகிற பிள்ளைகளை மாற வேண்டும். ഇതൊന്നും വേണ്ട ഇവർക്ക്. இது ஒண்ணு எங்களுக்கு தேவையே இல்லை.
വേണ്ട പാസ്റ്റർ, വേറെ ചെയ്തിയെ சொல்லுங்க. അതൊന്നും தேவையில்லை, വേറെ വേണം. പക്ഷേ ബൈബിളിന്റെ നേച്ചർ ഇതാണ്. ഓ ബൈബിളുடைய ഇയർക്കை இதுதான். നീ എസ്റ്റാബ്ലിഷ് ആകണം. ഇത് എസ്റ്റാബ്ലിഷ് ആക മാറ வேண்டும். കുപ്പയിൽ കിടക്കാൻ പാടില്ല. இந்த കുപ്പയിൽ இருக்க வேண்டாം. സുവിശേഷം ഇങ്ങനെ പറയുന്നു. സുവിശേഷം വേണമായി சொல்லுகிறது. അവൻ ദരിദ്രന്മാരെ മുഴുവൻ വിസിറ്റ് ചെയ്തു. ഓ അവൻ ദരിദ്രരെ എല്ലാവരും വിസിറ്റ് பண்ணினார். എല്ലാ ദരിദ്രന്മാരോടും പറഞ്ഞു. എല്ലാ ദരിദ്രരെ பார்த்து சொன்னார். ഇനി നീ അവിടെ കിടക്കത്തില്ല. ഇനി നീ അങ്ങേ இருக்க மாட்டாய். നിന്റെ പൊസിഷൻ മാറാൻ പോകുന്നു. പൊസിഷൻ പദവി മാറുகிறது. നിന്റെ മൈൻഡിന്റെ സെറ്റപ്പ് മാറാൻ പോകുന്നു. നിന്റെ ചിന്തയുടെ സെറ്റപ്പ് മാറുகிறது. അതിനാണ് ഞാൻ പറഞ്ഞത്. அதற்காக தான் நான் வந்தேன். That is what my nature of gospel. ഓ இதுதான் என்னுடைய சுவிசேஷத்தினுடைய ஒரு இயற்கை. സുവിശേഷം നമ്മുടെ നേച്ചർ മാറ്റാൻ വന്നത്. സുവിശേഷം നമ്മുടെ ഇയർക്കയെ മാറ്റുகிறது. അടുത്ത നാളെ രാത്രി കൂടില്ലേ? നാളെ ഉണ്ട്. ദൈവം അത് കംപ്ലീറ്റ് ചെയ്യാം. ഇതിനാണ് സുവിശേഷം വന്നത്. இதற்காக தான் சுவிசேஷம் வந்தது. നിന്റെ ലെവൽ മാറ്റാനാണ് സുവിശേഷം വന്നത്. உன்னுடைய சூழ்நிலை மாறுவதற்காக தான் சுவிசேஷம் வந்தது. ഇന്ന് ഈ ദൂത് പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്താൻ പോവാണ്. இந்த வார்த்தையை சொல்லி நான் முடிக்க விரும்புகிறேன். എന്റെ വീട് എസ്റ്റാബ്ലിഷ് ആകാൻ പോകുന്നു. என்னுடைய வீடு இன்னும் உயர்த்தப்பட போகிறது. അത് എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാൽ விரிவாக்கப்படுகிறது. വിരിവാക്കപ്പെടുക അല്ലേ? യെസ്, വിരിവാക്കം. സ്ട്രോങ് ആകുക. യെസ്, എന്റെ വീട് സ്ട്രോങ് ആകാൻ പോവാണ്. என்னுடைய வீடு நிலைநாட்டப்பட போகிறது. എന്റെ ഫിനാൻഷ്യൽ ഏരിയ സ്ട്രോങ് ആകാൻ പോവാണ്. என்னுடைய பொருளாதாரம் நிலைநாட்டப்பட போகிறது. എന്റെ ഫിസിക്കൽ ശാരീരിക മേഖല സ്ട്രോങ് ആകാൻ പോവാണ്. என்னுடைய சரீரம் இன்னும் நிலைநாட்டப்பட போகிறது. എന്റെ ഫാമിലി റിലേഷൻ സ്ട്രോങ് ആകാൻ പോവാണ്. குடும்ப வாழ்க்கை இன்னும் பலப்பட போகிறது. കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ സ്ട്രോങ് ആകാൻ പോവാണ്. என்னுடைய பிள்ளைகளை பார்த்து சொல்லுகிறேன், என்னுடைய படிப்புகள் இன்னும் பலப்பட போகிறது. 5ാം ക്ലാസ് മുടിഞ്ഞ് അവർ സ്കൂളിൽ പോകത്തില്ല എന്നല്ല. 5ஆம் வகுப்பு முடிந்தால் இனி ஸ்கூலுக்கு போக மாட்டார்கள். എന്റെ കുഞ്ഞുങ്ങൾ എസ്റ്റാബ്ലിഷ് ആകാൻ പോകുന്നു. പിള്ളേർ ഇന്ന് ബലപ്പെട പോകുகிறார்கள். അങ്ങനെയുള്ളവരുടെ തലമുറകൾ പഠിച്ചിട്ട് അവർക്ക് ജോലി കിട്ടും. அப்படிப்பட்ட பிள்ளைகள் படித்தால் அவர்களுக்கு வேலைகள் கிடைக்கும். ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ ചർച്ച് വലിയ എസ്റ്റാബ്ലിഷ് ആകട്ടെ. ആവിയിലെ சொல்லுகிறேன், இந்த சபை இன்னும் விரிவாக்கப்படட்டும். പ്രാർത്ഥിക്കുന്ന നിന്റെ വീട് എസ്റ്റാബ്ലിഷ് ആകട്ടെ. உன்னுடைய வீடு இன்னும் நிலைநாட்டப்படட்டும். യൂദായുടെ വീട് എസ്റ്റാബ്ലിഷ്. யூதாவின் வீடு தேசத்தில் பலப்பட்டது. അമേരിക്കക്കാരനറിയാം. അമേരിക്കക്കാരന് தெரியும். ആ സ്ത്രീത്തിന്റെ പേര് റജി നാരായണൻ അറിയത്തില്ലായിരുന്നു. ஆனா அந்த காரியத்தை பற்றி பாஸ்டர் ரஜி நாராயணுக்கு தெரியவில்லை. അങ്ങനൊരു നേർവീതി എന്ന സ്ഥലം എനിക്ക് അറിയത്തില്ല. அப்படிப்பட்டதான் நேர்த்தரி என்கிற ஒரு இடம் எனக்கு தெரியவில்லை. നിങ്ങൾക്കും അറിയത്തില്ലായിരുന്നു. உங்களுக்கு தெரியாது. ഈ ബൈബിളിനകത്ത് ആ വീടിന്റെ പേര് കയറിയപ്പോ, இந்த பைபிளுக்குள்ள அந்த வீட்டுடைய பேர் வந்தபோது, ആ യൂദായുടെ വീട് എസ്റ്റാബ്ലിഷ് ആയി. அந்த யூதாவின் வீடு இன்னும் நிலைநாட்டப்பட்டது. അവന്റെ ആ സ്ട്രീറ്റ് എസ്റ്റാബ്ലിഷ് ആയി മാറി. அவருடைய வருமானம் எல்லாம் இன்னும் அதிகரிக்கப்பட்டது. ആ സ്ട്രീറ്റ്, ആ தெரு எல்லாம் இன்னும் அறியப்பட்டது. വഴി പോലും എസ്റ്റാബ്ലിഷ് ആയി മാറി. அந்த പാതകൾ എല്ലാം അറിയപ്പെട്ടது. പ്രാർത്ഥിക്കുന്ന നിന്റെ സ്ട്രീറ്റ് പോലും എസ്റ്റാബ്ലിഷ് ആകട്ടെ. ഓ ജപിക്കുന്ന ഉன்னுடைய ആവി വരെയും ഇന്ന് ബലപ്പെട வேண்டும். ആമേൻ. എസ്റ്റാബ്ലിഷ് ആകുക എന്ന് പറഞ്ഞാൽ കണ്ടാൽ അറിയാം. എസ്റ്റാബ്ലിഷ് ആകുന്നത് ഉன்னுடைய ദേശം ഇന്ന് ബലപ്പെടുകയെ பார்த்தாலே தெரியும். എടാ, സഭ പൊളിക്കാൻ പോയ ശൗലിനെ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓ സഭയെ ഉടയ്ക്ക പോലതാണ് സൗலை ആണ്ടവർ അവനെ ബലപ്പെടുത്തിനാർ. എസ്റ്റാബ്ലിഷ് ആകുന്നവന് 3ാം സ്വർഗ്ഗം തുറന്നു കിട്ടും. ഓ அந்த வார்த்தை நிலைநாட்டினவனுக்கு 3ஆம் வானம் அவனுக்காய் திறக்கப்பட்டது. അതിന്റെ ശരിയായ തമിഴ് എന്ന് പറഞ്ഞ എസ്റ്റാബ്ലിഷ് ആകുക. அந்த சரியான வார்த்தையில் சொல்ல போனால் இன்னும் நிலைநாட்டப்படுதல் அல்லது பலப்படுதல் என்ற அர்த்தமாம். എന്റെ സാമ്പത്തിക മേഖല എസ്റ്റാബ്ലിഷ് ആണ്. பாருங்கள், என்னுடைய பொருளாதார வருமானம் இன்னும் வளருகிற ஒரு காரியமாக இருக்கிறது. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? எத்தனை பேருக்கு விருப்பம் உண்டு? പാസ്റ്റർ, ഒരു 5000 രൂപ തരാമോ? കടം ഭയങ്കര പ്രശ്നമായി. 5000 രൂപ കടமாக തരുവീர்களா? നിങ്ങൾക്കറിയാമോ ഒരു ഫാമിലിയെ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തത്? உங்களுக்கு தெரியுமா ஒரு കുടുംബത്തെ ആണ്ട് ഉയർത്തുന്നത് എപ്പോഴും தெரியுமா? എന്റെ പെൺകുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ വരുന്നു. என்னுடைய 2 பெண் பிள்ளைகளை கடன்காரர்கள் பிடித்து கொண்டு போகும்படியாக வருகிறார்கள். പാസ്റ്റർ, എന്റെ കുഞ്ഞുങ്ങൾ എനിക്ക് നഷ്ടപ്പെടുമോ? போதகரே, என்னுடைய பிள்ளைகள் என்னை விட்டு நஷ்டப்பட்டு போகிறார்கள். എന്റെ വീട്ടിൽ ഹസ്ബൻഡ് ഇല്ല. என் வீட்டிலே புருஷன் இல்லை. ആ പ്രവാചകന്റെ ശിഷ്യനായിരുന്നു. அவன் ஒரு தீர்க்கதரிசன புத்திரனாக இருந்தான். അവൻ മരിച്ചു പോയില്ലോ. அவன் മരിച്ചു പോனான். എന്റെ വീട് എസ്റ്റാബ്ലിഷ് അല്ല. என்னுடைய வீடு வளரவில்லை. അഭിഷേകമുള്ള എലീശ വിളിച്ചു പറഞ്ഞു, அபிஷேகமுள்ளவன் எலிசா போய் கூப்பிட்டு சொன்னான், നിന്റെ വീട് എസ്റ്റാബ്ലിഷ് ആകാൻ പോകുന്നു. வீடு இந்த தேசத்திலே பலப்பட போகிறது. കടം എന്ന പേര് ഇനി നിന്റെ വീട്ടിൽ കാണത്തില്ല. കടൻ എன்கிற பெயர் இனி உன் வீட்டுக்குள்ளே காணாது. നിന്റെ പൈസ, നിന്റെ മക്കൾ, അവരുടെ സ്ട്രഗിൾ ഇനി മുതൽ
ചർച്ചയിലില്ല. இன்னும் பார்க்கும் பொழுது உன்னுடைய வீட்டில் இருக்கிற கடன் பிரச்சனை, இந்த காசு சம்பந்தமான காரியங்கள், உன்னை வீட்டை பற்றிய காரியங்கள் இனி வாக்குவாதத்தில் இல்லை. നിന്റെ തലമുറയുടെ ഫ്യൂച്ചർ ഇനി എസ്റ്റാബ്ലിഷ് ആകാൻ പോകുകയാണ്. உன்னுடைய பிள்ளைகளுடைய வருமானம் இனி ஆசீர்வதிக்கப்பட போகிறது. അവരുടെ ഫ്യൂച്ചർ வருங்காலம் ஆசீர்வதிக்கப்பட போகிறது. അവർക്ക് ഫാമിലി ഉണ്ടാകാൻ പോവാണ്. அவர்களுக்கு குடும்பங்கள் உண்டாக போகிறது. അവരെ ആരും പിടിച്ചുകൊണ്ട് പോകത്തില്ല. அவரை யாரும் தட்டி பறித்துக் கொண்டு போக மாட்டார்கள். അവരുടെ മേൽ ദൃഷ്ടി വെക്കാൻ ആർക്കും കഴിയത്തില്ല. அவர்கள் ദൃഷ്ടി வைக்க முடியாது. കാരണം നിന്റെ വീട് ഞാൻ എസ്റ്റാബ്ലിഷ് ആക്കാൻ പോകുകയാണ്. உன்னுடைய வீட்டை நான் இன்னும் பலப்படுத்த போகிறேன். കടം ഇനി നിന്റെ വീട്ടിൽ കാണത്തില്ല. ஓ, உன்னுடைய வீட்டுக்குள்ள கடன் பிரச்சனை இல்லை. നിന്റെ വീട് പ്രാർത്ഥനക്കാരന്റെ വീടായി മാറാൻ പോകുന്നു. வீடு ஜெபிக்கிறவருடைய வீடாய் மாறட்டும். വീട് ഏഞ്ചൽസ് ഇറങ്ങുന്ന വീടാകണം. உன்னுடைய வீட்டிலே தூதர்கள் வந்து போகிற വീടായി മാറட்டும். എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിന്റെ വീട് എസ്റ്റാബ്ലിഷ് ആകാൻ പോവുകയാണ്? എത്ര പേർ കരങ്ങൾ ഉയർത്തി சொல்லி என்னுடைய வீடு தேசத்தில் அறியப்படும், நிலைநாட்டப்பட போகிறது என்று. നോ പോലീസ് കേസ്, ஒரு போலீஸ் கேஸும் இல்லை. നോ ഡിസീസ്, ஒரு ஏமாற்றுத்தனம் இல்லை. നോ അഫ്ലിക്ഷൻ, കലക്കങ്ങളില്ല. ஒரு கரப்ஷனும் இல்லை. ഒരു കറപ്ഷനും ഇല്ലാത്ത ജനറേഷൻ. ஒரு கரப்ஷனும் இல்லாத பிள்ளைகள். Why? The righteousness is going to establish my family. வீட்டுக்குள்ள நீதி ஸ்திரப்பட போகிறது. എന്റെ വീട് എസ്റ്റാബ്ലിഷ് ആകാൻ പോവാണ്. என்னுடைய வீடு தேசத்தில் அறியப்பட போகிறது விரும்புகிறீர்கள்? പറ, ഞാൻ എസ്റ്റാബ്ലിഷ് ആകാൻ പോവാണ്. சொல்லு, நான் தேசத்தில் அறியப்பட போகிறேன். എന്റെ 10 പേരുള്ള സഭ എസ്റ്റാബ്ലിഷ് ആയാൽ 10,000 മാറും. ஓ, 10 பேர் இருக்கிறதான சபை ஆசீர்வதிக்கப்பட்டால் அது 10,000 கூடி வருகிற சபையாய் மாறும். 5 അപ്പത്തെ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ 5 അപ്പത്തെ ആണ്ടവർ ആശീർവദിച്ചപ്പോൾ 5,000 പുരുഷന്മാർ, ഏറെക്കുറെ 5,000 പുരുഷர்கள் 50,000 ആയാലും കഴിക്കും. 50,000 ആയാലും சாப்பிடலாம். ഒന്നും അറിയാത്ത നിന്നെ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒന്നും தெரியாத ഉന്നെ ആണ്ടവർ ആശീർവദിച്ചാർ അല്ലവാ? നിന്റെ ലേഖനങ്ങൾ ലോകം മുഴുവൻ വായിക്കും. ഓ, ഉന്നാൽ എഴുതപ്പെട്ട നിരുപങ്ങൾ ഉലകം മുഴുവൻ വാസിക്കപ്പെட പോകുന്നത്. ലോകം മുഴുവൻ ശ്രദ്ധിക്കും. ഓ, ഇതൊന്നും വാർത്തകൾ ഉലകം മുഴുവൻ കവനിപ്പാர்கள். പറ, ഇന്ന് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ തിരുമ്പി പോകുമ്പോൾ വീട് എസ്റ്റാബ്ലിഷ്ഡ് ആകണം. എന്റെ വീട് ആശീർവാദത്തെ കാണ വേണ്ടും. ഇന്ന് അതിന്റെ ഒന്നാമത്തെ രാത്രിയാകട്ടെ. അതിന്റെ മുതൽ ഇരവായി മാറട്டும். അങ്ങനെയുള്ളവരുടെ വീട്ടിൽ പീഡനമില്ല. அப்படிப்பட்டதான மக்களுடைய வீட்டுக்குள்ள சண்டைகள் இல்லை. അവിടെ ഭീഷണിയില്ല. அங்கே போராட்டங்கள் இல்லை. എല്ലാ ഡിസ്റ്റർബൻസും അകന്നിരിക്കും. எந்த டிஸ்டர்பன்ஸ் மாறி போகும். യാതൊരു വെല്ലുവിളികളും ഉണ്ടാകത്തില്ല. எந்த சவால்களும் இல்லை. ഒന്ന് പറ, എന്റെ വീട് ദൈവം എസ്റ്റാബ്ലിഷ് ആക്കാൻ പോവാണ്. ഒന്ന് சொல்லுங்கள், என்னுடைய வீடு ஆண்டவர் ஆசீர்வதிக்கப்பட போகிறது. ആമേൻ. ഈ ചർച്ചിലെ പാസ്റ്റർ ആരാണ്? ആരാ ഈ ചർച്ച് തുടങ്ങിയത്? മാമൻ. They are established. பாஸ்டருடைய மாமனார் தான் இந்த சபையை ஆரம்பித்தார். ആ മനുഷ്യൻ എസ്റ്റാബ്ലിഷ് ആയി. அந்த மனுஷன் தான் இந்த இடத்தில் ஒரு உருவாக்கத்தை கொடுத்தார். ആ ഒരു മനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരായി മാറിയത്. அந்த ஒரு மனுஷன் மூலம் தான் இங்க இருக்கிற अनेகராய் மாறி இருக்கிறோம். ഇത് നിമിത്തം ഈ ദേശം എസ്റ്റാബ്ലിഷ് ആകട്ടെ. இந்த தேசம் இன்னும் ஆசீர்வதிக்கப்பட வேண்டும். ഓ, ദൈവം ഈ ദേശത്തെ എസ്റ്റാബ്ലിഷ് ആക്കട്ടെ. ஆண்டவர் இந்த தேசத்தை இன்னும் ஆசீர்வதிப்பாராக. നമ്മുടെ ഫിനാൻഷ്യൽ ഏരിയ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യും. നമ്മുടെ பொருளாதார காரியங்களிலே கர்த்தர் ஒரு ஆசீர்வாதத்தை கட்டளையிடுவாராக. ആശുപത്രി കേസുകൾ നമ്മുടെ വീടുകളിൽ നിന്ന് ക്യാൻസൽ ആയി പോട്ടെ. ഓ, ആശുപത്രി കേസുകൾ നമ്മുടെ വീടை വിട്ട് മാറി പോകട്டும். അവൻ രോഗ ദുരിതങ്ങളുടെ കഥകൾ ഇല്ലാതായി മാറും. വ്യാധികൾ പോരാട്ടങ്ങൾ നമ്മുടെ കുടുംബങ്ങളെ വിട്ട് മാറി പോകട്டும். ഞാൻ കണ്ടന്റ് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. என்னோட பொருளடக்கத்தை சொல்லி முடிக்கிறேன். പത്രോസേ, പോയി വാ തുറന്ന് പറ. പേതുരുവേ, വായ് തുറന്ന് சொல்லு. കൊർന്നലിയോസേ, കൊർന്നലിയോവേ, ഇപ്പോൾ വരെ നീ എന്താണോ ഇന്നേരം വരെ നീ യവനമോ, ഇനി നീ അതല്ല. ഇനി നീ യവനമല്ല. ഇന്ന് മുതൽ നിന്റെ ലെവൽ മാറാൻ പോവാണ്. മുതൽ ഉള്ള നില മാറുகிறது. അനനിയാവേ, നീ കൈയൊന്ന് കാണിച്ചേ. എന്റെ കൈകളെ ഒന്ന് കാട്ട്. നിന്റെ കൈക്ക് പവർ ഇല്ലെന്നാ നീ പറയുന്നത്. നിന്റെ കൈകൾക്ക് വല്ലமை இல்லை என்று சொல்லுகிறாய். നിന്റെ വായ്ക്ക് ബലമില്ലെന്നാ പറയുന്നത്. വായ്ക്ക് വല്ലமை இல்லை என்று சொல்லுகிறாய். നീ ഇരുന്ന് മൂളിയ പ്രാർത്ഥനയുടെ പവർ ഉണ്ടല്ലോ. നീ ഇരുന്ന് മൗനമായി ഇരുന്ന് ജപിച്ച ജപത്തിന്റെ വല്ലமை. ഞങ്ങളുടെ സഭയെ തകർക്കാൻ ശൗല് വരുന്നു. ഞങ്ങളുടെ സഭയെ അழிക്കാൻ വേണ്ടി സവാൽ വരികയാണ്. നിന്റെ പ്രാർത്ഥനയുടെ പവറാണ് ഞാൻ അവനെ തള്ളിയിട്ട്. ഉன்னுடைய ജപത്തിന്റെ വല്ലமைதான் நான் അവനെ കീഴെ നില കുനിയ வைத்தே. നീ ഇരിക്കുന്ന ഡമസ്കോസിലേക്ക് അവന്റെ കാല് കുത്താൻ ഞാൻ സമ്മതിച്ചില്ല. നീ ഇരിക്കുന്ന ദമസ്കോസിലെ അവന്റെ കാൽ മിതിപടുംപടി ഞാൻ അനുവദിക്കவில்லை. അവനെ തൂക്കിയെടുത്ത് കൊണ്ടുവന്നിരുത്തിയേക്കാണ്. തൂക്കിക്കൊണ്ട് വന്ന് ഉட்கார வைத்த ഞാൻ. നിന്റെ പ്രാർത്ഥനക്കാരാ, നീ നിമിത്തം നിന്റെ ദേശം എസ്റ്റാബ്ലിഷ് ആകാൻ പോകുകയാണ്. ദേവ പിള്ളയെ ഉൻ മൂലമായി ഒരു ദേശം ആശീർവദിക്കപ്പെட പോകുന്നത്. ഇന്ന് രാത്രി നമ്മുടെ കുടുംബങ്ങളെ ദൈവം എസ്റ്റാബ്ലിഷ് ആക്കട്ടെ. ഇന്ന് ഇരവിലും നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് ആശീർവദിക്കാൻ പോകുകയാണ്. കുഞ്ഞുങ്ങളെ എസ്റ്റാബ്ലിഷ് ആക്കട്ടെ.
பிள்ளைகள் ஆசீர்வதிக்கப்படட்டும். ആശീർവാദമല്ല, എസ്റ്റാബ്ലിഷ്. அந்த பிள்ளைகள் இன்னும் நிலைநாட்டப்படட்டும். എന്ന് പറഞ്ഞാൽ ഈ പുറപ്പാട് പുസ്തകത്തിലുണ്ട് ആ വചനങ്ങൾ. യാത്രാമ പുസ്തകത്തിലുള്ളതാണ് വചനങ്ങൾ. 1-ാമത്തെ അധ്യായം 3-ാം അധികാരം. വർദ്ധിച്ച് പെരുകി വർദ്ധിച്ച് പെരുകി. മലയാളത്തിൽ വേറൊരർത്ഥം പെരുകി വർദ്ധിച്ച്. 3 പേരുണ്ട്. വർദ്ധിക്കുക, മലയാളത്തിൽ പറഞ്ഞ വർദ്ധിക്കുക, വർദ്ധിക്കുക, പെരുകുക, പെരുകുക, ബലപ്പെടുക. ബലപ്പെടുங்கள். 3 പേര്, 3 വാർത്തകൾ. ഒന്ന് പറഞ്ഞ വർദ്ധിക്കുക, വർദ്ധിച്ച്, പെരുകുക, പെരുകി, ബലപ്പെടുங்கள். 3 കാര്യങ്ങൾ. 3 കാര്യങ്ങൾ. ഇതായിരുന്നു ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവത്തിന്റെ സ്വപ്നം. இதுதான் இஸ்ரவேல் ஜனத்தை பற்றி ஆண்டவர் சொன்ன வார்த்தைகள். ഇത് നടത്തത്തില്ലെന്നുള്ളതാണ് ഫറവോന്റെ സ്വപ്നം. இது நிறைவேற்ற விட மாட்டேன் என்று சொல்லுகிறவனுடைய பார்வோனுடைய சொப்பனம். അത് 430 വർഷമായാലും, அது 430 ஆண்டுகளானாலும் നീ വർദ്ധിക്കും, நீ பெருகுவாய், നീ പെരുകും, நீ വർദ്ധിക്കപ്പെടുവാய், നീ മൾട്ടിപ്ലൈ ആകും, നീ இன்னுം பெருக்கப்படுவாய், നീ സ്ട്രോങ് ആകും, நீ ബലപ്പെടുവാய். ആർക്കും നിന്നെ തളർത്താൻ കഴിയത്തില്ല. யாராலும் உன்னை அழிக்க முடியாது. നീ വർദ്ധിച്ചു പെരുകും. நீ വർദ്ധിத்து பெருகுவாய். നിന്റെ ജനറേഷൻ കേഴ്സുകൾ ഞാൻ ഇല്ലാതാക്കും. உன்னுடைய தலைமுறையிலே சாபங்களை நான் இல்லாமலாக்குவேன். അവൻ നിനക്ക് സന്താന പുഷ്ടി ഉണ്ടാകും. உன்னுடைய பிள்ளைகள் சந்தான புஷ்டி உள்ளவர்களாய் மாறுவார்கள். ഉറക്കെ പറഞ്ഞ് ഞങ്ങൾ വർദ്ധിക്കാൻ പോവാണ്. சத்தம் எல்லாரும் கைகளை உயர்த்தி சொல்லுங்க, நாங்கள் வர்த்திக்க பண்ணுவோம், പെരുകാൻ പോവാണ്, பெருகுவோம், பலப்படுவோம். എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? எத்தனை பேர் விரும்புகிறீங்க? എന്റെ ജീവിതം വർദ്ധിക്കണം, என்னுடைய வாழ்க்கை இன்னும் வர்த்திக்கப்பட வேண்டும், ആയുസ് വർദ്ധിക്കണം, என் ஆயுசு இன்னும் பெருக வேண்டும், എന്റെ ആരോഗ്യം വർദ്ധിക്കണം, என் ஆரோக்கியம் இன்னுം பெருகணும், എന്റെ നന്മകൾ പെരുകണം, என்னுடைய நன்மைகள் பெருக வேண்டும், എന്റെ ജനറേഷൻ പെരുകണം, என்னுடைய தலைமுறைகள் பெருக வேண்டும். എന്റെ മക്കൾ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. என்னுடைய பிள்ளைகள் பிள்ளைகள் பிள்ளைகளை பிள்ளைகள் பிள்ளைகளை பிள்ளைகள் ஜெபித்து வல்லமையை பெற்று வளர வேண்டும். ഞങ്ങളിൽ എണ്ണം കുറഞ്ഞു പോവരുത്. நாங்கள் குறைந்து போக கூடாது. ഞങ്ങളുടെ തല വെട്ടാൻ നോക്കുന്ന, எங்களுக்கு தலையை கட் பண்ண நினைக்கிற, ഞങ്ങളിൽ വർധനവില്ലാതാക്കാൻ നോക്കുന്ന, இல்லாமலாக்க பண்ணுகிற, ഞങ്ങളുടെ നന്മകളെ അപഹരിക്കാൻ നോക്കുന്ന, நன்மைகளை அபகரிக்கிற ഈ ഫറവോന്റെ മേൽ, இந்த பார்வோனுடைய மேலே ദൈവമേ നീ ഒന്ന് കൈവെക്കണേ. ஆண்டவரே உம்முடைய கைகளை உயர்த்த வேண்டுமே. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? எத்தனை பேர் விரும்புகிறீர்கள்? വർദ്ധിക്കാൻ വേണ്ടി ജനിച്ചവർ ഒരു കൈ കാണിച്ചേ. വർദ്ധിக்கும்படியாக பிறந்தவர்கள் கைகளை உயர்த்துங்க பார்க்கலாம். പെരുകാൻ ജനിച്ചവരുടെ കൈ കാണട്ടെ. பெருகும்படி பிறந்தவர்கள் கைகளை உயர்த்தலாம். ബലപ്പെടാൻ ജനിച്ചവരുടെ കൈ കാണട്ടെ. பெருகும்படியாக வந்தவர்கள் கைகளை உயர்த்தலாம். നിന്നെ തകർക്കാൻ ആർക്ക് കഴിയത്തില്ല. அழிக்க யாராலும் முடியாது. ഒരു ആഭിചാരത്തിന് കഴിയത്തില്ല. ஒரு மந்திரவாதத்தால முடியாது. ഒരു ഇരുട്ടിന്റെ ശക്തിക്ക് കഴിയത്തില്ല. அந்தகார கிரியைகளுக்கு முடியாது. ഒരു അധികാരത്തിന് കഴിയത്തില്ല. ஒரு அதிகாரத்துக்கு முடியாது. சொல்லுங்க, ഞാൻ വർദ്ധിക്കാൻ ജനിച്ചവനാണ്. நான் வர்த்திக்கும்படி பிறந்தவன். പെരുകാൻ ജനിച്ചവനാണ്. பெருகும்படி பிறந்தவன். ബലപ്പെടാൻ ജനിച്ചവനാണ്. பலப்படும்படி பிறந்தவன். Shout hallelujah. പറ എന്റെ കുഞ്ഞുങ്ങൾ. எல்லா பிள்ளைகளும் சொல்லுங்க. ഞാനിതൊന്നും പറഞ്ഞ് എന്റെ സ്റ്റോറി അല്ല പറഞ്ഞത്. என்னுடைய கதை நான் சொல்லவில்லை. നിങ്ങൾ പിടിച്ച പുസ്തകത്തിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതാണിത്. நீங்கள் கொண்டு வந்திருக்கிற புத்தகத்தில் உங்களுக்கு ஆண்டவர் தந்திருக்கிற செய்தி. ആ ദൂതാണ് നിങ്ങളോട് സംസാരിച്ചത്. அந்த வார்த்தை தான் உங்களை பார்த்து சொல்லுகிறோம். പറ, ഞാൻ വർദ്ധിക്കാൻ പോവാണ്. சொல்லுங்க, வர்த்திக்க போகிறேன். പറ, വർദ്ധിക്കാൻ പോവാണ്. சத்தமா சொல்லுங்க, வர்த்திக்க போகிறேன். ഇത് ഒരു പ്രാവശ്യം ഉപദേശിച്ച് പറയുമ്പോ വർദ്ധിക്കാൻ പോവാണ്. ஒரு வார்த்தை അയ്യോ, ഇത് ലൈഫ് ലോങ് പറഞ്ഞുകൊണ്ടിരിക്കണം. ஓ, இது இன்னைக்கு மட்டுமல்ல, வாழ்க்கை முழுவதும் சொல்லிக்கொண்டே இருங்க. ഒരു സെക്കൻഡ് പോലും ഇതിന് ഗ്യാപ്പ് കൊടുക്കരുത്. ஒரு செகண்ட் கூட இந்த வார்த்தைக்கு ஒரு கேப் கொடுக்க கூடாது. കിടക്കാൻ പോകുമ്പോഴും പറയും, ഞാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ് കിടക്കാൻ പോകുമ്പോൾ നിങ്ങൾ சொல்லுங்க, நான் வர்த்திக்கால பெருக பண்ண போகிறேன். ഞാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ് കിടക്കുന്നത്. நான் வர்த்திக்கும்படியாக காணப்படுகிறேன். പെരുകാൻ വേണ്ടിയാണ് കിടക്കുന്നത്. நான் பெருகும்படியாக இருக்கிறேன். ഞാൻ ബലപ്പെടാൻ വേണ്ടിയാണ്. ബലപ്പെടുம்படியாக இருக்கிறேன். സൈലന്റ് അറ്റാക്ക് വന്ന് രാവിലെ ശവമാകാനല്ല. ஒரு சைலண்ட் அட்டாக் வந்து காலையில ஒரு டெட் பாடியாக பிரேதமாய் காணப்படும்படியாக அல்ல. നമ്മൾ വർദ്ധിക്കാൻ പോവാണ്. நான் வர்த்திக்கும்படியாக கடந்து சொல்லுகிறேன்.